ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 4 അമോരറ്റി സോണറ്റ്സ് 57, 67 ആൻഡ് 75. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാട്ടോ 57, 67, 75 യൂണിറ്റ് സോണറ്റ് 57ഉം 67ഉം 75. അമോരറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെൻസറിൻ്റെ അമോരറ്റി എന്ന് പറഞ്ഞ സോണറ്റിലെ 3 സോണറ്റുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 3 സോണറ്റ്സ് occurred in അമോരറ്റി. Spenser brought a familiar art form, the Spenserian stanza. It is greatly lyrical, measured and greatly controlled. English romantic poet looked Spenser as a model of versification. എന്താണ് പറയണത്? സ്പെൻസറിൻ്റെ അമോരറ്റി എന്ന് പറഞ്ഞ സോണറ്റ് എന്താണ്, അതിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ ലവ് സീക്വൻസ്, സോണറ്റ് സീക്വൻസ് ഓഫ് ലവ് പോയം. അത് നമ്മളെ എലിസബത്ത് ബോയലിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയത്തെയാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്പെൻസർ ബ്രോട്ട് എ ഫെമിലിയർ ആർട്ട് ഫോം. അമോരറ്റി എന്ന് പറഞ്ഞ സൊണറ്റിൽ അദ്ദേഹം എന്താണ്, ഒരു ആർട്ട് ഫോം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് അതിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദ സ്പെൻസേറിയൻ സ്റ്റാൻസ. അതിനെന്താണ് സ്പെൻസേറിയൻ സ്റ്റാൻസ എന്ന് പറയും. ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി ലിറിക്കൽ, മെഷേർഡ് ആൻഡ് ഗ്രേറ്റ്ലി കൺട്രോൾ. എന്താണ് ഇത്? ഇറ്റ് ഈസ് ഗ്രേറ്റ്ലി ലിറിക്കൽ. അതെന്താണ്, വളരെയധികം ലിറിക്കലാണ്, അതായത് വരികൾ നിറഞ്ഞതാണ്. അതേപോലെ മെഷേർഡ് ആണ് ആൻഡ് ഗ്രേറ്റ്ലി കൺട്രോൾഡുമാണ്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ലുക്ക്ഡ് സ്പെൻസർ ആസ് എ മോഡൽ ഓഫ് വേഴ്സിഫിക്കേഷൻ. എന്താണ്, ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്സ്, ഇംഗ്ലീഷിലെ പ്രണയത്തിൻ്റെ പോയറ്റുകളെ, റൊമാൻറ്റിക് പോയറ്റ്സിനെ എന്താണ്, പോയറ്റ്സ് സ്പെൻസറെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആസ് എ മോഡൽ ഓഫ് വേഴ്സിഫിക്കേഷൻ്റെ ഒരു മോഡലായിട്ടാണ് അദ്ദേഹത്തെ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്സ് നോക്കി കാണുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് സ്പെൻസേഴ്സ് പോയറ്റിക് ആർട്ട്. സ്പെൻസറിൻ്റെ പോയറ്റിക് ആർട്ടിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹി യൂസ്ഡ് many archaic forms in his poetry. He carried the old traditions of English. എന്താണ്, he used many archaic form in his poetry. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ വളരെയധികം ആർക്കൈക് ഫോംസ്, അതായത് പുരാതന രീതിയിലുള്ള കുറേ അധികം ഫോംസ് പഴയ രീതിയിലുള്ള ഫോംസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോയട്രികളിൽ. ഹി ക്യാരി ദ ഓൾഡ് ട്രഡീഷൻ ഓഫ് ഇംഗ്ലീഷ്. അദ്ദേഹം എന്താണ് ക്യാരി ചെയ്യുന്നത്? ഇംഗ്ലീഷിൻ്റെ ഓൾഡ് ട്രഡീഷൻ ആണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, പോയംസിലൂടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഹി വാസ് ഇന്നോവേറ്റീവ് ആൻഡ് ആർക്കൈസിങ് ഇൻ ഹിസ് ലാംഗ്വേജ് ആൻഡ് ഹി കോയിൻഡ് ന്യൂ വേർഡ്സ്. ഹി വാസ് ഇന്നോവേറ്റീവ് ആൻഡ് ആർക്കൈസിങ്. അതെന്താണ്, അദ്ദേഹം ഇന്നോവേറ്റീവ് ആണ്, അതായത് നമ്മളെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം. അതാണ് ഇന്നോവേറ്റീവ് പറഞ്ഞത്. പിന്നെ ആർക്കൈസിങ് എന്ന് പറഞ്ഞാൽ പുരാതന രീതിയിലുള്ള കാര്യങ്ങൾ, അതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൽ ഉണ്ടായിരുന്നത്. ഹി വാസ് ഇന്നോവേറ്റീവ് ആൻഡ് ആർക്കൈസിങ് ഇൻ ഹിസ് ലാംഗ്വേജ് ആൻഡ് ഹി കോയിൻഡ് ന്യൂ വേർഡ്സ്. ഇപ്പോൾ വളരെയധികം പുതിയ വാക്കുകൾ അദ്ദേഹം കോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഹി ബിലീവ്ഡ് ദാറ്റ് ഗുഡ് ലിറ്ററേച്ചർ ഹാഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഷേപ്പിംഗ് ദി പേഴ്സണാലിറ്റി. എന്താണ്, അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്താണ്, നല്ലൊരു ലിറ്ററേച്ചറിന് ഒരാളുടെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിനെ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഗുഡ് ലിറ്ററേച്ചർ ഹാഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഷേപ്പിംഗ് ദ പേഴ്സണാലിറ്റി. ഒരാളുടെ വ്യക്തിത്വത്തെ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട് എന്ത്? ഗുഡ് ലിറ്ററേച്ചർ. നല്ലൊരു സാഹിത്യം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിനെ ഷേപ്പ് ചെയ്യാനുള്ള ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ടെന്നാണ് സ്പെൻസർ ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ദ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ക്രിറ്റിക് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് ഒബ്സർവ് ദ ഐഡിയ ഓഫ് സെൽഫ് ഫാഷനിങ് ഡ്യൂറിങ് ദ റിനസൻസ് ഇൻ ഹിസ് ബുക്ക് റിനസൻസ് സെൽഫ് ഫാഷനിങ്. എന്താണ്, ഒരു പുതിയൊരു ഹിസ്റ്റോറിസിസ്റ്റ് ക്രിറ്റിക്കാണ് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ദ ഐഡിയ ഓഫ്
സെൽഫ് ഫാഷനിങ് ഡ്യൂറിങ് ദ റിനൈസൻസ് പീരീഡിലുള്ള നവോത്ഥാന കാലഘട്ടത്തിലെ സെൽഫ് ഫാഷനിങ്ങിനെ പറ്റിയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നത്. ആ സെൽഫ് ഫാഷനിങ് പറഞ്ഞുള്ള ഐഡിയാസ് ആണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ ദ റിനൈസൻസ് സെൽഫ് ഫാഷനിങ് പറഞ്ഞിട്ടുള്ള ഗ്രീൻ ബ്ലാട്ടിന്റെ ബുക്കിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? ദ ഐഡിയ ഓഫ് സെൽഫ് ഫാഷനിങ്. ഫോർ ഗ്രീൻ ബ്ലാട്ട്, self-fashioning was an important literary trait in the Elizabethan writing. എന്താണ്? ഗ്രീൻ ബാൾട്ടിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഫാഷനിങ് എന്ന് പറഞ്ഞത് എന്താണ്? വാസ് an important literary trait in the Elizabethan writing. എലിസബത്തൻ പീരിയഡിലെ റൈറ്റിംഗ്സിൽ ലിറ്ററേച്ചറിന്റെ ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് എന്താണ്? സെൽഫ് ഫാഷനിങ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. It brought in people for discussion who inherited no title and managed to attain a place for themselves in society. എന്താണ്? ഇറ്റ് ബ്രോട്ട്, ഈ ഒരു സെൽഫ് ഫാഷനിങ് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം എന്താണ്? ഇറ്റ് ബ്രോട്ട് ഇൻ പീപ്പിൾ ഫോർ ഡിസ്കഷൻ ഹു ഇൻഹെറിറ്റഡ് നോ ടൈറ്റിൽ, ഒരു ടൈറ്റിലും ഇൻഹെറിറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ പറ്റിയുള്ള ഡിസ്കഷൻ ആണ്. പീപ്പിൾ ഫോർ ഡിസ്കഷൻ ഹു ഇൻഹെറിറ്റഡ് നോ ടൈറ്റിൽ, ഒരു ടൈറ്റിലും ഇൻഹെറിറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട്. പിന്നെ അതേപോലെ മാനേജ് ടു അറ്റൈൻ എ പ്ലേസ് ഫോർ ദംസെൽസ് ഇൻ സൊസൈറ്റി, അവർക്ക് സൊസൈറ്റിയിൽ സ്വയം ഒരു സ്ഥാനം കണ്ടെത്താനുള്ള അവരുടെ മാനേജ് ടു അറ്റൈൻ, അവർ അറ്റൈൻ ചെയ്യാനുള്ള ആ കഴിവിനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഗ്രീൻ ബ്ലാട്ട് ബിലീവ്സ് ദാറ്റ് Spencer is one of the first English writer to have the field theory of culture and the conception of a nation is not simply as an institutional structure or a common race but as a complex network of belief. എന്താണ്? ഗ്രീൻ ബ്ലാട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇനി പറയുന്നത് കേട്ടോ. സ്പെൻസർ ഈസ് one of the first English writer to have the field theory of culture and the conception of a nation. എന്താണ്? സ്പെൻസർ എന്താണ്? സ്പെൻസർ ഈസ് വൺ ഓഫ് ദ ഇംഗ്ലീഷ് റൈറ്റേഴ്സിലെ ഒരാളാണ് സ്പെൻസർ. എന്ത്? ടു ഹാവ് ദ ഫീൽഡ് തിയറി ഓഫ് കൾച്ചർ ആൻഡ് കൺസെപ്ഷൻ, ഒരു ഫീൽഡ് തിയറി ഉള്ള ഒരാളാണ് ആര്? സ്പെൻസർ. ഇംഗ്ലീഷ് റൈറ്റേഴ്സിലെ ഒരു ഫീൽഡ് തിയറി ഉള്ള ഒരാളാണ് സ്പെൻസർ. ആൻഡ് ദ കൺസെപ്ഷൻ ഓഫ് നേഷൻ, ഒരു നേഷനെ പറ്റിയുള്ള ഒരു കൺസെപ്ഷനും അദ്ദേഹത്തിനുണ്ട്. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓർ എ കോമൺ റേസ്. അതെന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു കോമൺ റേസിനെ ഒരു സ്ട്രക്ചറിനെ പോലെ സിമ്പിൾ അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ അല്ലെങ്കിൽ ഒരു കോമൺ റേസിനെ പോലെ സിമ്പിൾ അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ബട്ട് ആസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ബിലീഫ്. എന്താണ്? ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ബിലീഫ്, വിശ്വാസങ്ങളുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത്? സ്പെൻസർ ഈസ് വൺ ഓഫ് ദ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ടു ഹാവ് ഫീൽഡ് തിയറി, ഒരു ഫീൽഡ് തിയറി ഉള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ് സ്പെൻസർ. അതെന്താണ്? അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഫീൽഡ് തിയറി ഓഫ് കൾച്ചർ ഉണ്ട്. ആൻഡ് ദ കൺസെപ്ഷൻ, ആ ഒരു കൺസെപ്ഷൻ ഓഫ് എ നേഷൻ, ഒരു നേഷനെ പറ്റിയിട്ടുള്ള അയാളുടെ ആ ഒരു കൺസെപ്റ്റ് എന്താണ്? ഈസ് നോട്ട് എ സിമ്പിൾ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓർ എ കോമൺ റേസ്, ഒരു കോമൺ റേസിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറിനെ പോലെ സിമ്പിൾ അല്ല, ബട്ട് ആസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ബിലീഫ്, വിശ്വാസങ്ങളുടെ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ യൂസ് ഓഫ് അലിഗറി, റിപ്പീറ്റേഷൻ, ഫോർമൽ സ്റ്റൈൽ ആൻഡ് ഹൈ ഡിക്ഷൻ ആർ പാർട്ട് ഓഫ് ഹിസ് സിവിലൈസിംഗ് മിഷൻ. എന്താണ്? ദ യൂസ് ഓഫ് അലിഗറി, റിപ്പീറ്റേഷൻ, ഫോർമൽ സ്റ്റൈൽ ആൻഡ് ഹൈ ഡിക്ഷൻ ആർ പാർട്ട് ഓഫ് ഹിസ് സിവിലൈസിംഗ് മിഷൻ. അദ്ദേഹത്തിന്റെ സിവിലൈസിംഗ് മിഷന്റെ പാർട്ടുകൾ എന്തൊക്കെയാണ്? ദ യൂസ് ഓഫ് അലിഗറി, അലിഗറിയുടെ യൂസ്, റിപ്പീറ്റേഷൻ, വരികളുടെ വേർഡ്സിന്റെ ഒക്കെ റിപ്പീറ്റേഷൻ, ഫോർമൽ സ്റ്റൈൽ, ഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റൈല്, അതേപോലെ ഹൈ ഡിക്ഷൻ, നല്ലൊരു ഡിക്ഷനുമാണ് അദ്ദേഹത്തിന്റെ സിവിലൈസിംഗ് മിഷന്റെ പാർട്ടുകൾ. ഹി ബിൽഡ് എ ന്യൂ എസ്തെറ്റിക് ഓഫ് റൈറ്റിംഗ്സ്. എന്താണ്? അദ്ദേഹം ഒരു എസ്തെറ്റിക് ഓഫ് റൈറ്റിംഗ്സ് ബിൽഡ് ചെയ്തെടുത്തു. എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യശാസ്ത്രം എന്നാണ് കേട്ടോ. സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം റൈറ്റിംഗിൽ പുതിയതായിട്ട് ബിൽഡ് ചെയ്തെടുത്തു. ഹി വിഷ്ഡ് ടു റെക്കഗ്നൈസ്ഡ് ആസ് എ മോഡേൺ പോയറ്റ്. എന്താണ്? അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചിരുന്നത്? ഹി വിഷ്ഡ് ടു റെക്കഗ്നൈസ് ആസ് എ മോഡേൺ പോയറ്റ്, ഒരു മോഡേൺ പോയറ്റ് ആയിട്ട്
റെക്കഗ്നൈസ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ദ സ്പെൻസേറിയൻ സോണറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ എക്സ്പെരിമെന്റേഷൻ വിച്ച് ആർഗ്യുമെന്റഡ് എ ന്യൂ കാനൺ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. എന്താണ് ദ സ്പെൻസേറിയൻ സോണറ്റ് എന്താണ്? ഈസ് എ റിസൾട്ട് ഓഫ് എക്സ്പെരിമെന്റേഷൻ. ഒരു എക്സ്പെരിമെന്റേഷന്റെ റിസൾട്ട് ആണ് സ്പെൻസേറിയൻ സോണറ്റ്. അതെന്താണ്? വിച്ച് ആർഗ്യുമെന്റഡ് എ ന്യൂ കാനൺ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. അതെന്താണ്? ഒരു ഇംഗ്ലീഷ് പോയട്രിയുടെ പുതിയൊരു കാനന്റെ ആർഗ്യുമെന്റേഷൻ ആണ്. ആർഗ്യുമെന്റ് ചെയ്യുന്നത് ഒരു കാര്യമാണ് എന്ത്? സ്പെൻസേറിയൻ സോണറ്റ്. Lyricism and folk culture would be an odd mix, and in Spenser's hand the form gained freshness of spirit and appeal. എന്താണ്? ലിറിസിസം ഓഫ് ഫോക്ക് കൾച്ചർ വുഡ് ബി an odd mix. എന്താണ് ലിറിസിസം പറഞ്ഞത്? ലിറിസിസം ഫോക്ക് കൾച്ചറും എന്താണ്? ഒരു ഓഡ് മിക്സ് ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ഇൻ സ്പെൻസേഴ്സ് ഹാൻഡ്, സ്പെൻസറിന്റെ കൈകളിൽ ദ ഫോം ഗെയിൻഡ് ഫ്രഷ്നെസ് ഓഫ് സ്പിരിറ്റ് ആൻഡ് അപ്പീൽ. എന്താണ്? ആ ഒരു ഫോമിന്, അതായത് ഈ ലിറിസിസം ഫോക്ക് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോമിനൊക്കെ എന്താണ്? ഒരു ഫ്രഷ്നെസ്സും ഒരു ഫ്രഷ്നെസ് ഓഫ് സ്പിരിറ്റിന്റെ ഒരു ഫ്രഷ്നെസ്സും അപ്പീലും അദ്ദേഹത്തിന്റെ കൈകളിൽ നമുക്ക് കാണാൻ ഗെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. It moved to the English idiom and broadened the scope of poetic expression. It moved to the English idioms and broadened the scope of poetic expression. ഇതെന്താണ്? ഒരു ഇംഗ്ലീഷ് ഇഡിയത്തിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു. ആൻഡ് ബ്രോഡൻ ദ സ്കോപ്പ് ഓഫ് പോയറ്റിക് എക്സ്പ്രഷൻ. ഒരു പോയറ്റിക് എക്സ്പ്രഷൻ്റെ ആ ഒരു സ്കോപ്പിനെ ഒന്നും കൂടി ബ്രോഡൻ ചെയ്തു, ഒന്നും കൂടി വലുതാക്കി കാണിക്കുകയും ചെയ്തു. ഇറ്റ് ഫോക്കസ്ഡ് ദ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഇമോഷണൽ പേഴ്സൺ ടേക്കൺ അപ്പ് വിത്ത് ദ ഏർജ് ടു ലീവ് ആൻഡ് എക്സ്പ്രസ്. ഇതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ദ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഇമോഷണൽ പേഴ്സൺ ടേക്കൺ അപ്പ് വിത്ത് ദ ഏർജ് ടു ലീവ് ആൻഡ് എക്സ്പ്രസ്. എന്താണ്? ഇറ്റ് ഫോക്കസ് ദ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഇമോഷണൽ പേഴ്സൺ. ഒരു ഇമോഷണൽ പേഴ്സന്റെ മെന്റൽ സ്റ്റേറ്റിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതെങ്ങനെ? ടേക്കൺ അപ്പ് വിത്ത് ദ ഏർജ് ടു ലീവ് ആൻഡ് എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഏർജിനെസ് ഉണ്ടാക്കുന്നുണ്ട്. എന്ത്? ഇത് ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് ഓഫ് ഇമോഷൻ ഓഫ് പേഴ്സൺ ടേക്കൺ അപ്പ് വിത്ത് ദ ഏർജ് ടു ലീവ് ആൻഡ് എക്സ്പ്രസ്. ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സന്റെ മെന്റൽ സ്റ്റേറ്റ് എന്തിനാണ്? ജീവിക്കാനും എക്സ്പ്രസ് ചെയ്യാനും നമ്മളേക്ക് ഏർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റിയൽ ഇംഗ്ലീഷ് പോയറ്റ് ആഫ്റ്റർ ചോസർ. ആരാണ്? സ്പെൻസർ. എന്താണ്? ചോസറിന് ശേഷമുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് പോയറ്റാണ് സ്പെൻസർ. ഹി വാസ് ദ ഫോർ റണ്ണർ ഓഫ് ഷേക്സ്പിയർ ആൻഡ് മിൽട്ടൺ. എന്താണ്? ഹി വാസ് ദ ഫോർ റണ്ണർ ഓഫ് ഷേക്സ്പിയർ ആൻഡ് മിൽട്ടൺ. ഷേക്സ്പിയറിന്റെയും മിൽട്ടന്റെയും ഫോർ റണ്ണറാണ് ആര്? സ്പെൻസർ. ഷേക്സ്പിയറിന്റെയും മിൽട്ടന്റെയും മുൻഗാമിയാണ് സ്പെൻസർ. നാഷണൽ പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട്. എന്താണ് അറിയപ്പെടുന്നത് അദ്ദേഹം? സ്പെൻസർ ഒരു ഇംഗ്ലണ്ടിന്റെ നാഷണൽ പോയറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ദ പ്യൂരിറ്റി ഓഫ് ഇമോഷൻ ആൻഡ് ഫീലിംഗ് ഓൾസോ ദ സ്പോണ്ടേനിറ്റി മേക്സ് സ്പെൻസർ എ നോർത്തേൺ ജീനിയസ്. എന്താണ്? ദ പ്യൂരിറ്റി ഓഫ് ഇമോഷൻ ആൻഡ് ഫീലിങ്സ്. ഇമോഷന്റെയും ഫീലിങ്സിന്റെയും പ്യൂരിറ്റി, പരിശുദ്ധത അദ്ദേഹത്തെ സ്പെൻസറെ ഒരു നോർത്തേൺ ജീനിയസ് ആക്കുകയാണ്. ദ പ്യൂരിറ്റി ഓഫ് ഇമോഷൻ ആൻഡ് ഫീലിംഗ് മേക്സ് സ്പെൻസർ എ നോർത്തേൺ ജീനിയസ്. ഫോർ സ്പെൻസർ റൈറ്റിംഗ് പോയട്രി വാസ് നോ ഫാൻസി ഓർ പാസ് ടൈം. എന്താണ്? സ്പെൻസറിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റിംഗ് പോയട്രി, ഒരു കവിത എഴുതുക എന്നുള്ളത് എന്താണ്? വാസ് നോ ഫാൻസി ഓർ പാസ് ടൈം. ഒരു ഫാൻസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടൈം വെറുതെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല സ്പെൻസർ റൈറ്റിംഗ് പോയട്രി, അതായത് ഒരു കവിത എഴുതുന്നതിനെ കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി. എന്താണ്? അത് അദ്ദേഹത്തിന്റെ ഒരു കടമയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഒരു റൈറ്റിംഗ് പോയട്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാൻസിയോ അല്ലെങ്കിൽ ഒരു പാസ് ടൈമോ അല്ല. എന്താണ്? ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി. അദ്ദേഹത്തിന്റെ കടമയായിട്ടാണ് അദ്ദേഹം അതിനെ കണക്കാക്കപ്പെടുന്നത്. ഹിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് സീരിയസ് എൻഗേജ്മെന്റ് വിത്ത് പോയറ്റിക് എക്സ്പ്രഷൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഹിം ഫ്രം അതർ കണ്ടംപററീസ് ഓഫ് സ്പെൻസർ. എന്താണ്? അദ്ദേഹത്തിന്റെ ഹിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് സീരിയസ് എൻഗേജ്മെന്റ് വിത്ത് ദ പോയറ്റിക് എക്സ്പ്രഷൻ. അദ്ദേഹത്തിന്റെ പോയറ്റിക് എക്സ്പ്രഷനിലുള്ള അദ്ദേഹത്തിന്റെ ആ സീരിയസ് ആയിട്ടുള്ള ആ ഒരു ഇടപെടൽ, എൻഗേജ്മെന്റ് എന്താണ്?
ആ ഒരു ആറ്റിറ്റ്യൂഡ് മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ആ പോയറ്റ്സിൽ നിന്നും വളരെയധികം അദ്ദേഹത്തെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് സീരിയസ് എൻഗേജ്മെന്റ് വിത്ത് പോയറ്റിക് എക്സ്പ്രഷനോട് കൂടിയുള്ള അദ്ദേഹത്തിന്റെ സീരിയസ് ആയിട്ടുള്ള ആ ഒരു എൻഗേജ്മെന്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ കണ്ടംപററീസിൽ നിന്നും വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയും. ഇനി അടുത്ത ഇതാണ് ദ സൊണറ്റ് ഫോം. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, സ്പെൻസറിന്റെ പോയറ്റിക് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ സൊണറ്റ് ഫോം. സൊണറ്റ് ഫോം എന്താണ്, സൊണറ്റ്, അതിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇൻ ഇറ്റാലിയൻ സൊണറ്റ് മീൻസ് എ ലിറ്റിൽ സൗണ്ട് ഓർ സോങ്. എന്താണ്, ഇറ്റാലിയൻ ഭാഷയിൽ അല്ലെങ്കിൽ ഇറ്റാലിയനിൽ സൊണറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, ആ ഒരു സൊണറ്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്, എ ലിറ്റിൽ സൗണ്ട് ഓർ എ സോങ്, ഒരു ചെറിയൊരു സൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സോങ് ആയിട്ടാണ് സൊണറ്റിനെ ഇറ്റാലിയനിൽ അവര് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 14 ലൈൻസ് ആൻഡ് റിട്ടൺ ഇൻ ഇയാംബിക് പെൻഡാമീറ്റർ. എന്താണ്, സൊണറ്റ് എന്ന് പറഞ്ഞത് ചെറിയൊരു കവിതയാണ്. 14 ലൈൻസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. 14 വരികളോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു കവിതയാണ് സൊണറ്റ് എന്ന് പറയാണ്. അത് എന്ത് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്, റിട്ടൺ ഇൻ ഇയാംബിക് പെൻഡാമീറ്റർ. ഇയാംബിക് പെൻഡാമീറ്ററിലാണ് സൊണറ്റ് എഴുതിയിട്ടുള്ളത്. ഇയാംബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെട്രിക്കൽ ഫ്ലൂട്ട്. ഇയാംബ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്കൽ ഫ്ലൂട്ടാണ്. അതെങ്ങനെയാണ് എഴുതണം നോക്കൂ. അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. ഒരു അൺസ്ട്രെസ്ഡ് സിലബിളിനെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിലബിള് ഫോളോ ചെയ്യുന്നതാണ് മെട്രിക്കൽ ഫ്ലൂട്ട് എന്നതാണ് ഇയാംബിക് എന്ന് പറഞ്ഞത്. ക്ലാസിക്കൽ ഫോം ഓഫ് സൊണറ്റ് വാസ് പ്രൊവൈഡഡ് ബൈ ദ ഇറ്റാലിയൻ സ്കോളർ പെട്രാർക്ക്. എന്താണ്, ഈ സൊണറ്റിന്റെ ക്ലാസിക്കൽ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആരാണ്, ഒരു ഇറ്റാലിയൻ സ്കോളർ ആയിട്ടുള്ള പെട്രാർക്ക് എന്ന് പേരുള്ള പെട്രാർക്കാണ് ഇറ്റാലിയൻ സ്കോളർ. അദ്ദേഹമാണ് സൊണറ്റിന്റെ ക്ലാസിക്കൽ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിന്റെ സൊണറ്റുകളെ പെട്രാർക്കൻ സോണറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് നോൺ ആസ് പെട്രാർക്കൻ സോണറ്റ്. ക്ലാസിക്കൽ ഫോം ഓഫ് സോണറ്റ് വാസ് പ്രൊവൈഡഡ് ബൈ ദ ഇറ്റാലിയൻ സ്കോളർ പെട്രാർക്ക്. ഇറ്റാലിയൻ സ്കോളർ ആയിട്ടുള്ള പെട്രാർക്കാണ് സോണറ്റിന്റെ ക്ലാസിക്കൽ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സോണറ്റുകൾ എന്താണ് വിളിച്ചിരുന്നത്, പെട്രാർക്കൻ സോണറ്റ്. ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു 2. എന്താണ്, അദ്ദേഹത്തിന്റെ സോണറ്റ് അല്ലെങ്കിൽ സോണറ്റുകള് പെട്രാർക്കൻ സോണറ്റ് എങ്ങനെ 2 തരത്തില് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 8 ലൈൻ സ്റ്റാൻസ അതിന് പറഞ്ഞ പേരാണ് ഒക്ടേവ്. 6 ലൈൻ സ്റ്റാൻസ സെസ്റ്ററ്റ്. 14 വരികളുള്ള ഷോർട്ട് പോയമാണ് സൊണറ്റ്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, ആദ്യത്തെ 8 ലൈന്, പിന്നത്തെ അവസാനത്തെ 6 ലൈന്. ആദ്യത്തെ 8 ലൈനിന് വിളിക്കുന്ന പേരാണ് ഒക്ടേവ്. അവസാനത്തെ 6 ലൈനിന് വിളിക്കുന്ന പേരാണ്, സ്റ്റാൻസിനെ വിളിക്കുന്ന പേരെന്താണ്, സെസ്റ്ററ്റ്. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 8 ലൈനിനെ ഒക്ടേവ്, ലാസ്റ്റത്തെ 6 ലൈന് സ്റ്റാൻസ. രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സൊണറ്റിനെ. ആദ്യത്തെ 8 ലൈനും പിന്നത്തെ 6 ലൈന്. ആദ്യത്തെ 8 ലൈനിന് ഒക്ടേവ്, പിന്നെ ലാസ്റ്റിലുള്ള 6 ലൈനിന് സെസ്റ്ററ്റ്. 14 വരികളുള്ള ഒരു ചെറിയ പോയത്തിനെയാണ് സോണറ്റ് എന്ന് പറയാ. ലിറ്റിൽ സൗണ്ട് ഓർ സോങ് എന്നാണ് ഇറ്റാലിയനിൽ സോണറ്റിന്റെ അർത്ഥം. ഇതിന് റൈം സ്കീം ഉണ്ട് കേട്ടോ. ആ റൈം സ്കീമാണ് പെട്രാർക്കൻ സോണറ്റിന്റെ. ഓരോ ആൾക്കാരുടെ റൈം സ്കീമും സോണറ്റിൽ വ്യത്യാസമുണ്ട്. പെട്രാർക്കൻ സോണറ്റിന്റെ റൈം സ്കീം നോക്കിക്കോളൂ. ആദ്യത്തെ 8 വരി ഇതാ എ ബി ബി എ, ആദ്യത്തെ 4 വരി എ ബി ബി എ, പിന്നത്തെ 4 വരി എ ബി ബി എ, അങ്ങനെ 8 ലൈന്. പിന്നത്തെ 6 ലൈന് വരുന്നത് സി ഡി ഇ അല്ലെങ്കിൽ സി ഡി സി ഡി സി ഡി, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതാണ് പെട്രാർക്കൻ സോണറ്റിന്റെ റൈം സ്കീം. പെട്രാർക്കൻ സോണറ്റ് അത് നോക്കാം കേട്ടോ. പെട്രാർക്കൻ സോണറ്റിൽ എന്താണ് ആദ്യത്തെ 8 ലൈനും പിന്നത്തെ 6 ലൈനും എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണെന്ന് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് 8 ലൈൻ പ്രസന്റ് എ പ്രോബ്ലം, ആൻ ആർഗ്യുമെന്റ് ഓർ ആൻ ഒബ്സർവേഷൻ. എന്താണ് ആദ്യത്തെ 8 ലൈൻ എന്താണ്, പ്രസന്റ് എ പ്രോബ്ലം, an argument or observation. ആദ്യത്തെ 8 ലൈൻ അതായത് ഒക്ടേവിൽ പറയുന്നത് എന്താണ്, പെട്രാർക്കൻ സോണറ്റിലെ ആദ്യത്തെ 8 ലൈൻ അല്ലെങ്കിൽ ഒക്ടേവിൽ പറയുന്നത് പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, എ പ്രോബ്ലം,
an argument or an observation. ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റേഷൻ പരസ്പരം തമ്മിലുള്ള ആർഗ്യുമെന്റ്, പിന്നെ ഒബ്സർവേഷൻ, നിരീക്ഷിക്കുക, അതൊക്കെയാണ് ആദ്യത്തെ 8 ലൈനിൽ പെട്രാർക്ക് ആൻഡ് സോണറ്റിൽ പെട്രാർക്ക് പ്രസന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് 6 ലൈൻ occurs a shift, turn or volta from the foregoing argument. എന്താണ് ലാസ്റ്റത്തെ 6 ലൈൻ ഒക്കെ പറയുന്ന എന്താ, ഒരു ഷിഫ്റ്റ്, ഒരു ടേൺ അല്ലെങ്കിൽ ഒരു വോൾട്ട ഫ്രം ദ ഫോർഗോയിങ് ആർഗ്യുമെന്റ്. ആ ഒരു ആദ്യത്തെ ഒക്ടേവിലുള്ള ആർഗ്യുമെന്റിനെതിരായിട്ടുള്ള ഒരു സൊല്യൂഷനും ഷിഫ്റ്റും ടേണും ഒക്കെയാണ് ലാസ്റ്റ് 6 ലൈനിൽ പെട്രാർക്ക് ആൻഡ് സോണറ്റിൽ പെട്രാർക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സെസ്റ്ററ്റ് ബിക്കം എ കൗണ്ടർ ആർഗ്യുമെന്റ്, ആൻസർ ഓർ ക്ലാരിഫിക്കേഷൻ ഓഫ് ദ ഒക്ടേവ്. അതാണ് ഞാൻ പറഞ്ഞത്. സെസ്റ്ററ്റ് എന്താണ്, ലാസ്റ്റിലെ 6 ലൈനിൽ പറഞ്ഞത് എന്താണ്, ബിക്കം എ കൗണ്ടർ ആർഗ്യുമെന്റ്, ആൻസർ ഓർ ക്ലാരിഫിക്കേഷൻ ഓഫ് ദ ഒക്ടേവ്. ആദ്യത്തെ ഒക്ടേവ്, അതായത് ആദ്യത്തെ 8 ലൈൻ എന്താണ്, പ്രസന്റിങ് എ പ്രോബ്ലം, ഒബ്സർവേഷൻ, ആർഗ്യുമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആർഗ്യുമെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ലാസ്റ്റിലെ 6 ലൈനായിട്ടുള്ള സെസ്റ്ററ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, പെട്രാർക്ക് പ്രസന്റ് ചെയ്യുന്നത്. എന്താണ്, എ കൗണ്ടർ ആർഗ്യുമെന്റ്. ഈ ഒരു ആദ്യത്തെ ആർഗ്യുമെന്റിനുള്ള എതിരായിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് ലാസ്റ്റ് 6 ലൈനിൽ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആൻസർ, ആ പ്രോബ്ലം എന്നൊക്കെ പറയില്ല, ആ പ്രോബ്ലത്തിനുള്ള ഒരു ആൻസറും ക്ലാരിഫിക്കേഷനും ഒക്കെയാണ് സെസ്റ്ററ്റിലുള്ളത്. ഒക്ടേവിൽ എന്താണോ പറയുന്നത് അതിനെതിരായില്ലെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ടോ അതിന്റെ ക്ലാരിഫിക്കേഷനും ആയിട്ടാണ് പെട്രാർക്ക് സെസ്റ്ററ്റ് ചെയ്തിട്ടുള്ളത്. ഏർലി 16th century ഇംഗ്ലീഷ് പോയറ്റ് തോമസ് വ്യാട്ട് ഇൻട്രൊഡ്യൂസ്ഡ് സോണറ്റ് ഫോം ഇൻ ഇംഗ്ലണ്ട്. എന്താണ്, 16th centuryയുടെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് 16-ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തിൽ എന്താണ്, ഇംഗ്ലീഷ് പോയറ്റ് ആയിട്ടുള്ള തോമസ് വ്യാട്ട് നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് സോണറ്റ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തോമസ് വ്യാട്ടാണ് 16-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലേക്ക് സോണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. He wrote over 30 sonnets and 25 of them drawn from Petrarch. He followed Petrarchan sonnet. എന്താണ്, he wrote over 30 sonnet. അദ്ദേഹം 30ഓളം സോണറ്റുകൾ എഴുതിയിട്ടുണ്ട് തോമസ് വ്യാട്ട്. അതിൽ 25 ഓഫ് ദം ഡ്രോൺ ഫ്രം പെട്രാർക്കിൽ നിന്നും ഡ്രോൺ ചെയ്തിട്ടുള്ളതാണ്. അതിൽ 25 അദ്ദേഹം. തോമസ് വ്യാട്ട് ആരുടെ സോണറ്റാണ് ഫോളോ ചെയ്തിട്ടുള്ളത്, പെട്രാർക്കൻ സോണറ്റിന്റെ രീതികളും ഒക്കെ ആണ് തോമസ് വ്യാട്ട് അദ്ദേഹത്തിന്റെ സോണറ്റിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പെട്രാർക്കിന്റെ സോണറ്റിനെയാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. വ്യാട്ട്സ് ടോൺ വാസ് കൊളോക്കിയൽ ആൻഡ് ഡ്രമാറ്റിക് ആസ് കമ്പയർഡ് ടു പെട്രാർക്ക്. എന്താണ്, പെട്രാർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പെട്രാർക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തോമസ് വ്യാട്ടിന്റെ സോണറ്റിലെ ടോൺ എന്താണ്, കൊളോക്കിയലും ഡ്രമാറ്റിക്കുമാണ്. ആരുടെ, വ്യാട്ടിന്റെ. വൈൽ കമ്പയർഡ് ടു പെട്രാർക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യാട്ടിന്റെ സോണറ്റിലെ ടോൺ എന്ന് പറഞ്ഞത് എന്താണ്, വാസ് കൊളോക്കിയൽ ആൻഡ് ഡ്രമാറ്റിക്. ഇൻ പെട്രാർക്ക് സോണറ്റ് ഹി ഐഡിയലൈസ്ഡ് ദ ബിലൗഡ്. എന്താണ്, പെട്രാർക്കിന്റെ സോണറ്റിൽ എന്താണ്, പെട്രാർക്കിന്റെ സോണറ്റ് ഉണ്ട്, വ്യാട്ടിന്റെ സോണറ്റ് ഉണ്ട്. പെട്രാർക്കിന്റെ സോണറ്റിൽ എന്താണ് അദ്ദേഹം ഐഡിയലൈസ് ചെയ്യുന്നത്, ദ ബിലൗഡിനെ, പ്രണയിക്കുന്ന ആളുകളെയാണ് അദ്ദേഹം പെട്രാർക്കിന്റെ സോണറ്റില് പെട്രാർക്ക് ഐഡിയലൈസ് ചെയ്യുന്നത്. ഇൻ വ്യാട്ടിന്റെ സോണറ്റിൽ എന്താണ്, ഐഡിയലിസം ഓഫ് ലവ് വാസ് നോട്ട് ഓൾവേസ് പ്രസന്റ്. എന്താണ്, പെട്രാർക്കിന്റെ സോണറ്റിൽ അധികം ഉണ്ടായിരുന്നത് ഐഡിയലൈസിങ് ദ ലവ് അല്ലെങ്കിൽ ബിലൗഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ വ്യാട്ടിന്റെയിലേക്ക് വരുമ്പോ എങ്ങനെയാണ്, ഐഡിയലിസം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയലിസം എപ്പോഴും നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെയാണ് ഇത്രയാണ് നമ്മൾ ഒരു സോണറ്റ് ഫോം, എന്താണ് സോണറ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോണറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ സൗണ്ട് ഓർ സോങ്. അത് നോക്കിച്ചാൽ ചിലപ്പോൾ 1 വേർഡിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റാലിയനിൽ സോണറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ സൗണ്ട് ആൻഡ് സോങ് കൺസിസ്റ്റിംഗ് ഓഫ് ഇയാംബിക് പെൻറ്റാമീറ്ററിലാണ് എഴുതുന്നത്. അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ ദ സ്ട്രെസ്ഡ് സിലബിൾ. പിന്നെ ഒരു ഇറ്റാലിയൻ സ്കോളർ ആയിട്ടുള്ള പെട്രാർക്കാണ് നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ക്ലാസിക്കൽ സോണറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്.
അത് 2 തരത്തിലാണ്. ആദ്യത്തെ 8 ലൈൻ എന്താണ്? ഒക്ടേവ്. രണ്ടാമത്തെ 6 ലൈൻ പറഞ്ഞാൽ സെസ്റ്ററ്റ്. അതിൻ്റെ റൈമിങ് സ്കീമും ഇതൊക്കെ നോക്കി വെച്ചോളുണ്ടോ. പെട്രാർക്കൻ സോണറ്റിൻ്റെ അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ലൈനിൽ പ്രോബ്ലം, സെക്കൻഡ് ലൈനിൽ അതിൻ്റെ ആൻസറും അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റും ഒക്കെയാണുള്ളത്. 16th സെഞ്ചുറിയിൽ ഇംഗ്ലീഷ് പോയിട്ടായിട്ടുള്ള തോമസ് വ്യാട്ടാണ് സോണറ്റ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സോണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോം ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? തോമസ് വ്യാട്ട്. പെട്രാർക്കിൻ്റെ സോണറ്റിൽ ലവ് ആണ് തീം ഐഡിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യാട്ടിൻ്റെ സോണറ്റിൽ ഐഡിയലിസം ഓഫ് ലവ് എന്ന് പറഞ്ഞത് എന്താണ്? വാസ് നോട്ട് ഓൾവേസ് പ്രസൻറ്റഡ്. ഇത്രയാണ് സോണറ്റ് ഫോം എന്നുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോർട്ട്ലി ലവ് സോണറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് കോർട്ട്ലി ലവ് സോണറ്റ്. കോർട്ട്ലി ലവ് സോണറ്റ് ഓർ ലിറിക്സ് ആർ അപ്പീൽഡ് ദ എലിസബത്തൻ ലവ് പോയറ്റ്സ്. എന്താണ്? കോർട്ട്ലി ലവ് സോണറ്റ് അല്ലെങ്കിൽ ലിറിക്സ് എന്ന് പറഞ്ഞത് എന്താണ്? ആർ അപ്പീൽഡ് ദ എലിസബത്തൻ ലവ് പോയറ്റ്. എലിസബത്തൻ ലവ് പോയറ്റിലാണ് അധികം കോർട്ട്ലി ലവ് സോണറ്റും ലിറിക്സും ഉണ്ടായിരുന്നത്. വ്യാട്ട് വാസ് ദ ഫോർ റണ്ണർ ഓഫ് ദ ലവ് സോണറ്റ്. എന്താണ്? വ്യാട്ട് വാസ് ദ ഫോർ റണ്ണർ ഓഫ് ദ ലവ് സോണറ്റ്. വ്യാട്ടാണ് എന്ത്? ലവ് സോണറ്റിന്റെ ഫോർ റണ്ണർ, മുൻഗാമി. വ്യാട്ട് വാസ് ദ ഫോർ റണ്ണർ ഓഫ് ദ ലവ് സോണറ്റ്. The conventional courtly love sonnet taken from Italian poetry. എന്താണ്? The conventional courtly love sonnet taken from Italian poetry. Italian poetry, Italian poems ൽ നിന്നാണ് എന്ത് എടുത്തിട്ടുള്ളത്? Taken from. എന്തെടുത്തിട്ടുള്ളത്? The conventional courtly love sonnet. The conventional രീതിയിലുള്ള കോർട്ട്ലി ലവ് സോണറ്റുകൾ എടുത്തിട്ടുള്ളത് എന്തിൽ നിന്നാണ്? ഇറ്റാലിയൻ പോയട്രിയിൽ നിന്നാണ് കൺവെൻഷണൽ കോർട്ട്ലി ലവ് സോണറ്റ് എടുത്തിട്ടുള്ളത്. അതിന്റെ സബ്ജക്റ്റ് എന്താണ്? പിന്നിങ് ലവർ ആൻഡ് ദ ബ്യൂട്ടിഫുൾ ലേഡി ബട്ട് പിറ്റിലെസ് ബിലൗഡ്. എന്താണ് ആ ഒരു സോണറ്റിന്റെ സബ്ജക്റ്റുകൾ? എന്താണ്? പിന്നിങ് ലവർ, അതായത് ദുഃഖിതനായിട്ടുള്ള ഒരു ലവർ, ആൻഡ് ദ ബ്യൂട്ടിഫുൾ ലേഡി, ഒരു ബ്യൂട്ടിഫുൾ ലേഡി, ദുഃഖിതനായിട്ടുള്ള ലവറും ബ്യൂട്ടിഫുൾ ലേഡീനെയാണ് അതിൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് സോണറ്റില്. ബട്ട് പിറ്റിലെസ് ബിലൗഡ്, ഒരു പിറ്റിലെസ് ദയനീയതയുള്ള ഒരു ബിലൗഡും അതൊക്കെയാണ് എന്തിലെ? സോണറ്റിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. സോണറ്റ് പ്രൊവൈഡ് ദ ഇമേജ് ഓഫ് എ മാൻ പ്ലീഡിങ് എ ഗേൾ ടു റെസ്പോണ്ട് ടു ഹിസ് ലവ്. എന്താണ് സോണറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഇമേജ് സോണറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഓഫ് എ മാൻ, ഒരു പുരുഷൻ ഒരു ഗേളിനെ, ഒരു സ്ത്രീനെ പ്ലീഡ് ചെയ്യാണ്. എന്തിന്? അദ്ദേഹത്തിന് അവളോടുള്ള ലവിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇമേജ് ആണ് സോണറ്റിൽ റൈറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. എക്സ്പ്രഷൻ ഓഫ് ലവ് ഡിപ്ലോയ്ഡ് ബൈ ഇംഗ്ലീഷ് പോയറ്റ് and they combined other literary traditions and attitudes. എന്താണ്? എക്സ്പ്രഷൻ ഓഫ് ലവ് ഡിപ്ലോയ്ഡ് ബൈ ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് they combined other literary traditions and attitudes. എന്താണ്? എക്സ്പ്രഷൻ ഓഫ് ലവിനെ പറ്റിയുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് പോയറ്റ് ഡിപ്ലോയ്ഡ് ബൈ ഇംഗ്ലീഷ് പോയറ്റ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ലവിൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു, പ്രണയത്തിൻ്റെ എക്സ്പ്രഷൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ആൻഡ് ദേ കമ്പൈൻഡ് അതർ ലിറ്റററി ട്രഡീഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ള ലിറ്റററി ട്രഡീഷനും അതിലുള്ള ആറ്റിറ്റ്യൂഡ്സും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് ആയിരുന്നു ഇംഗ്ലീഷ് പോയറ്റ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് കോർട്ട്ലി ലവ് സോണറ്റിൽ. സോണറ്റ് ഓഫേഴ്സ് ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലവ് ആൻഡ് ബിലൗഡ്. എന്താണ് സോണറ്റ്? ഈ കോർട്ട്ലി ലവ് സോണറ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ എന്താണ് സോണറ്റുകൾ ഓഫർ ചെയ്യുന്നത്? എന്താണ്? ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലവ് ആൻഡ് ബിലൗഡ്. ഒരു പ്രണയത്തിന്റെയും പ്രണയിക്കുന്ന ആൾക്കാരെയും അതിനെ പറ്റിയുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് സോണറ്റിൽ അധികവും ഓഫർ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് കോർട്ട്ലി ലവ് സോണറ്റിൽ പറയുന്നത്. കോർട്ട്ലി ലവ് സോണറ്റിന്റെ എന്താണ്? എലിസബത്തൻ ലവ് പോയറ്റ്സ് ആണ് അപ്പീൽ ചെയ്തിട്ടുള്ളത്. വ്യാട്ടാണ് കോർട്ട്ലി ലവ് സോണറ്റിന്റെ ഫോർ റണ്ണർ. തോമസ് വ്യാട്ടാണ് ഫോർ റണ്ണർ ഓഫ് ലവ് സോണറ്റ്. അങ്ങനെ സോണറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഒരു പുരുഷൻ തൻ്റെ പ്രണയിനിയെ പ്ലീഡ് ചെയ്യുന്നതിനെ
പ്ലീഡ് ചെയ്യുന്നതിനെ പറ്റിയും അതേപോലെ അവൻ അവളോട് റെസ്പോണ്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് അതിൽ എ ഗേൾ ടു റെസ്പോണ്ട് ഹിസ് ലവ്, അദ്ദേഹത്തിന്റെ പ്രണയത്തോട് റെസ്പോണ്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഒരു ഇമേജ് ആണ് കോർട്ട്ലി ലവ് സോണറ്റില് സൊണറ്റേറിയൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് ദ സ്പെൻസേറിയൻ സ്റ്റാൻസ. The Spencerian stanza was a result of Spenser's unique style. എന്താണ്? That he experimented with the fairy queen. എന്താണ്? Spencerian stanza was a result of Spencerian unique style. സ്പെൻസറിന്റെ ഒരു യുണീക്ക് സ്റ്റൈലിന്റെ ഒരു റിസൾട്ട് ആണ് എന്ത്? The Spencerian stanza. That he experimented with the fairy queen. അദ്ദേഹത്തിന്റെ എപ്പിക് പോയം ആയിട്ടുള്ള ഫെയറി ക്യൂനിൽ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു യുണീക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞത്. ദ ഫസ്റ്റ് വേഴ്സ് ഫോം ഇൻ ഇംഗ്ലണ്ട്. എന്താണ് ഈ ഫെയറി ക്യൂൻ അല്ലെങ്കിൽ സ്പെൻസേറിയൻ സ്റ്റാൻസ എന്നൊക്കെ പറയുന്നത്? എന്താണ്? ഇംഗ്ലണ്ടിലെ ആദ്യത്തെ വേഴ്സ് ഫോമാണ്, പദ്യരൂപത്തിലുള്ള ഒരു ഫോമാണ് ഇംഗ്ലണ്ടിൽ ഈ ഫെയറി ക്യൂൻ. 8 lines ഇൻ ഇയാംബിക് പെൻഡാമീറ്റർ ആൻഡ് ദ ഇയാംബിക് പെൻഡാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. 6 iambic feet എന്ന് പറഞ്ഞത് ആൻഡ് ദ 8th line ആൻഡ് 6th line പറഞ്ഞത് 6 iambic feetനെ പറയുന്ന പേരാണ് എന്ത്? അലക്സാൻഡ്രിൻ. 6th iambic feetനെ പറയുന്ന പേരാണ് അലക്സാൻഡ്രിൻ. റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെൻസേറിയൻ സ്റ്റാൻസയുടെ റൈം സ്കീം എന്താണ്? ABBBC ഇതാണ് റൈം സ്കീം ഓഫ് സ്പെൻസേറിയൻ സ്റ്റാൻസ. Spenser used the traditional French ballad along with Italian stanza. Italian stanzയുടെ കൂടെ തന്നെ എന്താണ് സ്പെൻസർ യൂസ് ചെയ്തിട്ടുള്ളത്? The traditional French ballad. ട്രഡീഷണൽ ഫ്രഞ്ച് ബല്ലാഡും ഇറ്റാലിയൻ സ്റ്റാൻസയുടെ കൂടെ എന്താണ്? ട്രഡീഷണൽ ഫ്രഞ്ച് ബല്ലാഡാണ് സ്പെൻസർ യൂസ് ചെയ്തിട്ടുള്ളത്. സ്പെൻസേറിയൻ സ്റ്റാൻസ ബിക്കം പോപ്പുലർ ഡ്യൂറിങ് ദ എലിസബത്തൻ ഏജ്. എന്താണ്? എലിസബത്തൻ ഏജിൽ എന്താണ് സ്പെൻസേറിയൻ സ്റ്റാൻസ എന്ന് പറഞ്ഞത് വളരെയധികം പോപ്പുലർ ആയിരുന്നു. സ്പെൻസേറിയൻ സ്റ്റാൻസ ബിക്കം പോപ്പുലർ ഡ്യൂറിങ് ദ എലിസബത്തൻ ഏജ്. എലിസബത്തൻ കാലഘട്ടത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ത്? സ്പെൻസേറിയൻ സ്റ്റാൻസ. ഡ്യൂറിങ് റൊമാൻറ്റിക് പീരിയഡ് യങ് റൊമാൻറ്റിക് പോയറ്റ്സ് ബൈറൺ, കീറ്റ്സ് ആൻഡ് ഷെല്ലി യൂസ് ദം ഇൻ ദർ പോയംസ്. എന്താണ് ഈ ഒരു സ്പെൻസേറിയൻ സ്റ്റാൻസ? ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള യങ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സ് ആയിട്ടുള്ള ബൈറൺ, കീറ്റ്സ്, ഷെല്ലി ഇവരെല്ലാവരും ആ ഒരു സ്റ്റാൻസ യൂസ് ചെയ്തിരുന്നു. യൂസ് ദം ഇൻ ദെയർ പോയംസ്. അവരുടെയൊക്കെ പോയംസിൽ അവർ ഈ ഒരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. റൊമാൻറ്റിക് പോയറ്റ് ആയിട്ടുള്ള ബൈറൺ, കീറ്റ്സ് ആൻഡ് ഷെല്ലി. ഇത്രയാണ് സ്പെൻസേറിയൻ സ്റ്റാൻസയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെൻസേറിയൻ സ്റ്റാൻസ എന്ന് പറഞ്ഞത് എന്താണ്? സ്പെൻസേറിയൻ സ്റ്റാൻസ വാസ് ദ റിസൾട്ട് ഓഫ് സ്പെൻസേഴ്സ് യുണീക് സ്റ്റൈൽ. സ്പെൻസറിന്റെ യുണീക് സ്റ്റൈലിന്റെ ഒരു റിസൾട്ടാണ് സ്പെൻസേറിയൻ സ്റ്റാൻസ. ആദ്യത്തെ വേർഡ്സ് ഫോം, ഇംഗ്ലണ്ടിലെ ആദ്യത്തെ വേർഡ്സ് ഫോമാണ് സ്പെൻസേറിയൻ സ്റ്റാൻസ എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ചോദിക്കാം. നെക്സ്റ്റ് ടോപ്പിക് അമോറിറ്റി സോണറ്റ് 57, 67 ആൻഡ് 75 എന്ന് പറഞ്ഞില്ല നമ്മുടെ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞില്ല യൂണിറ്റ് 4 നെക്സ്റ്റ് ടോപ്പിക്കാണ് എ നോട്ട് ഓൺ അമോറിറ്റി. ഒരു അമോറിറ്റിയുടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അമോറിറ്റി, ലിറ്റിൽ ലവ്സ്, ഇറ്റാലിയൻ സീക്വൻസ് ഓഫ് 89 സോണറ്റ് ഇൻ 1595. എന്താണ് അമോറിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് അർത്ഥം? ലിറ്റിൽ ലവ്സ്. അമോറിറ്റി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ലവ്സ്, ലവ് പോയംസ് ആണല്ലോ. നമ്മൾ സ്പെൻസറിന് എലിസബത്ത് ബോയലിനോടുള്ള തൻ്റെ പ്രണയത്തെ പറ്റിയാണ് അമോറിറ്റി എന്ന് പറഞ്ഞ സോണറ്റിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അമോറിറ്റി എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താണ്? ലിറ്റിൽ ലവ്സ്, ചെറിയ പ്രണയങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അമോറിറ്റി, ലിറ്റിൽ ലവ്സ്. അതെന്താണ്? ഒരു ഇറ്റാലിയൻ സീക്വൻസ് ആണ്. എന്ത്? 89 സോണറ്റ്, 89 സൊണറ്റുകളോട് കൂടിയിട്ടുള്ള ഒരു ഇറ്റാലിയൻ സീക്വൻസ് ആണ് എന്ത്? അമോറിറ്റി. അത് പബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1595. അമോറിറ്റി സ്പെൻസറിന്റെ ഒരു 89 സോണറ്റ് ഇറ്റാലിയൻ സീക്വൻസ് ആണ്. അത് പബ്ലിഷ് ചെയ്തത് 1595
95-ലാണ് കേട്ടോ. ഇനി അടുത്ത അതിനോടൊപ്പം പബ്ലിഷ് ചെയ്ത 95-ൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് എപ്പിത്താലമിയോൺ. അതെന്താണ്? സിംഗിൾ വോളിയാണ്. അത് 89 സോണറ്റ് ആണെങ്കിൽ എപ്പിത്താലമിയോൺ എന്താണ്? സിംഗിൾ വോളിയം. എന്താണ്? മാരേജ് വിത്ത് എലിസബത്ത് ബോയിൽ. അതിലെന്താണ് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എലിസബത്ത് ബോയലിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ മാരേജും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് കേട്ടോ. പെട്രാർക്കൻ സോണറ്റ് വാസ് എ പോപ്പുലർ ഫോം ഓഫ് ലവ് പോയട്രി. അതൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പെട്രാർക്കൻ സോണറ്റ് എന്താണ്? വാസ് എ പോപ്പുലർ ഫോം ഓഫ് ലവ് പോയട്രി. ലവ് പോയട്രിക്കുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോം ആണ് എന്ത്? പെട്രാർക്കൻ സോണറ്റ്. പെട്രാർക്കൻ സോണറ്റ് ഈസ് എ ഫോം ഫോർ ലവ് പോയട്രി. സ്പെൻസർ നോട്ട് ഫോളോ ദ പെട്രാർക്കൻ മോഡൽ. എന്താണ്? പെട്രാർക്കൻ മോഡൽ ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല സ്പെൻസർ. He wrote the relationship between the man and the woman as a playful game. For him, love was not limited to desire expressed by the lover. എന്താണ്? He wrote the relationship between man and woman. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതെങ്ങനെയാണ്? ആസ് എ പ്ലേഫുൾ ഗെയിം. നല്ല ഒരു പ്ലേഫുൾ ഗെയിം ആയിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. എന്ത്? മാൻ ആൻഡ് വുമൺ തമ്മിലുള്ള റിലേഷനെ ഒരു പ്ലേഫുൾ ഗെയിം ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ, അമോറിറ്റിൻ പറഞ്ഞ കവിത എഴുതിയിട്ടുള്ളത്. ഫോർ ഹിം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലവ് വാസ് നോട്ട് ലിമിറ്റഡ് ടു ഡിസയർ എക്സ്പ്രസ്ഡ് ബൈ ദ ലവർ. എന്താണ്? ലവ് എന്ന് പറഞ്ഞത് എന്താണ്? വാസ് നോട്ട് ലിമിറ്റഡ്. നമ്മുടെ ലവറിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ, ഡിസയേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റ്, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലവ് വാസ് നോട്ട് ലിമിറ്റഡ് ടു ഡിസയർ എക്സ്പ്രസ്ഡ് ബൈ ദ ലവർ. ഇൻ ഹിസ് സ്കീം ഓഫ് തിങ്സ്, love was to be realized in attaining a union with the object of affection. എന്താണ്? ഇൻ ഹിസ് സ്കീം ഓഫ് തിങ്, അദ്ദേഹത്തിന്റെ സ്കീം ഓഫ് തിങ്ങിൽ എന്താണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കൂട്ടോ. ലവ് വാസ് ടു ബി റിയലൈസ്ഡ് ഇൻ അറ്റൈനിങ് എ യൂണിയൻ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് അഫെക്ഷൻ. ഒബ്ജക്റ്റ് ഓഫ് അഫെക്ഷൻ അതായത് നമുക്ക് ഒരു സാധനത്തിനോടോ വസ്തുവിനോടോ അല്ലെങ്കിൽ എന്തിനോ മനുഷ്യനോടോ തോന്നുന്ന ആ ഒരു അഫെക്ഷന്റെ എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതെന്താണ്? അതൊരു അറ്റൈനിങ് എ യൂണിയൻ. നമ്മൾ ആ ഒരു അഫെക്ഷൻ്റെ കാര്യം എന്താണോ അതിനോടുള്ള ഒരു യൂണിയന്റെ ഒരു റിയലൈസേഷൻ ആണ് എന്ത്? ലവ് എന്ന് പറഞ്ഞത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ദ യൂണിയൻ വിത്ത് ബിലവ്ഡ് കുഡ് ബി ത്രട്ടൻഡ് ബൈ ഡെത്ത്. എന്താണ്? ഇതും പറയുന്നുണ്ട് കേട്ടോ. യൂണിയൻ വിത്ത് ബിലവ്ഡ് വുഡ് ബി ത്രട്ടൻഡ് ബൈ ദ ഡെത്ത്. ഈ നമ്മളെ ബിലവ്ഡുമായിട്ടുള്ള നമ്മുടെ ആ ഒരു കൂടിച്ചേരൽ, യൂണിയൻ എന്താണ്? ത്രട്ടൻഡ് ബൈ ഡെത്ത്. മരണം വഴി എന്താണ്? ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത്? ദ യൂണിയൻ വിത്ത് ബിലവ്ഡ്. അമോറിറ്റി വാസ് നോട്ട് ആൻ ഐഡിയലിസ്റ്റിക് ബട്ട് എ റിയലിസ്റ്റിക് ലവ് പോയം. എന്താണ്? അമോറിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള പോയം അല്ല. എന്താണ്? റിയലിസ്റ്റിക് ലവ് പോയം. അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ലവ് പോയമാണ് എന്ത്? അമോറിറ്റി. ഐഡിയലിസ്റ്റിക് അല്ല. അമോറിറ്റി വാസ് നോട്ട് ഐഡിയലിസ്റ്റിക് പോയം, ഇറ്റ് ഈസ് റിയലിസ്റ്റിക് ലവ് പോയം. The poem presented from the point of view of male subject. എന്താണ്? ഈ പോയം, അതായത് അമോറിറ്റി എന്ന് പറഞ്ഞ പോയം സ്പെൻസറിന്റെ തന്നെ കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബിലൗഡ് ആയിട്ടുള്ള എലിസബത്ത് ബോയലിനോടുള്ള പ്രണയത്തെ പറ്റിയാണ് ആ കവിതയിൽ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു മെയിൽ സബ്ജക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മെയിലിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു കവിതയാണ് എന്ത്? അമോറിറ്റി. ഇറ്റ് ഹൈലൈറ്റ്സ് മെയിൽ ഡിസയർ ആൻഡ് ഫാൻറ്റസി ഓഫ് ചേസിങ് ദ ബിലൗഡ്. എന്താണ്? നമ്മുടെ ആ ഒരു പ്രണയിനിയെ, അതായത് കവി തൻ്റെ പ്രണയിനിയെ ചേസ് ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഡിസയറും ഫാൻറ്റസിയാണ് അതിലദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹൈലൈറ്റ് ദ മെയിൽ ഡിസയർ ആൻഡ് ഫാൻറ്റസി ഓഫ് ചേസിങ് ദ ബിലൗഡ്. ബിലൗഡിനെ ചേസ് ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഡിസയർ, ആഗ്രഹവും ഫാൻറ്റസിയാണ് അദ്ദേഹം അമോറിറ്റി എന്നുള്ള സോണറ്റിൽ സ്പെൻസർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ.
വിമൺ ഇൻ സ്പെൻസർ ഈസ് വൈൽഡ് നോട്ട് ഡിവൈൻ. എന്താണ് സ്പെൻസറിന്റെ കവിതകളിലെ സ്ത്രീകൾ എങ്ങനെയായിരുന്നു? വൈൽഡ് ആണ്, നോട്ട് ഡിവൈൻ, ദൈവികപരമായിട്ടുള്ളതായിരുന്നില്ല. എങ്ങനെയാണ്? വൈൽഡ് ആയിരുന്നു കേട്ടോ. ദ വിമൺ സബ്ജക്ട് ഈസ് ഷോൺ ടു ബി unruly on the one hand and calm on the other hand. The duality is an essential attribute of Spencer's poetry. എന്താണ്? The women's subject is shown to be unruly on the one hand. എന്താണ് വിമൺ സബ്ജക്റ്റ്, വിമൺ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എങ്ങനെയാണ് അദ്ദേഹം ഷോ ചെയ്യുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത്? അൺറൂളി ഓൺ ദ വൺ ഹാൻഡ്. ഒരു സൈഡിൽ നോക്കുമ്പോൾ വിമൺ എങ്ങനെയാണ്? അൺറൂളി, നമ്മൾ പറഞ്ഞത് അനുസരിക്കാത്ത, തന്നിഷ്ടത്തിന് ജീവിക്കുന്ന തരത്തിലുള്ള ഒരു ടൈപ്പായിട്ടാണ് അദ്ദേഹത്തിന്റെ എമോറിറ്റിയിൽ വിമൺ സ്ത്രീനെ ചിത്രീകരിക്കുന്നത്. ബട്ട് ഇൻ അനദർ ഹാൻഡ്, മറ്റൊരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്? കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നേച്ചറാണ് വിമണിന്. ദ ഡ്യുവൽറ്റി ഈസ് ആൻ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ഓഫ് സ്പെൻസേഴ്സ് പോയട്രി. എന്താണ് സ്പെൻസറിന്റെ പോയട്രിയിൽ എന്താണ്? ദ ഡ്യുവൽറ്റി, ഈ ഒരു ഡ്യുവൽറ്റി, അതായത് വൺ ഹാൻഡ്, ഒരു ഭാഗത്ത് വിമൺ എന്താണ്? അൺറൂളിയാണ്, മറ്റു ഭാഗത്ത് കാമാണ്. ഈ ഒരു ഡ്യുവൽറ്റി എന്താണ്? ഈസ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ഓഫ് സ്പെൻസേഴ്സ് പോയട്രി. സ്പെൻസറിന്റെ കവിതകളിലെ എസെൻഷ്യൽ, അത്യാവശ്യമായിട്ടുള്ള ഒരു ആട്രിബ്യൂഷൻ ആയിരുന്നു ഈ ഒരു ഡ്യുവൽറ്റി എന്ന് പറഞ്ഞത് കേട്ടോ. യൂസ് ഓഫ് ഓക്സിമറോൺ ആൻഡ് പാരഡോക്സ് പ്രസന്റ് എ ഹോളിസ്റ്റിക് പിക്ചർ ഓഫ് പീപ്പിൾ ആൻഡ് തിങ്. എന്താണ്? അദ്ദേഹം കുറേ തരത്തിലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിമറോണും പാരഡോക്സ് പോലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഉപയോഗം എന്തിനാണ് പ്രസന്റ് ചെയ്യുന്നത്? ഒരു ഹോളിസ്റ്റിക് പിക്ചർ ഓഫ് പീപ്പിൾ ആൻഡ് തിങ്, മനുഷ്യന്റെയും വസ്തുവിൻ്റെയും ഒക്കെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള പിക്ചറാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. എമോറിറ്റിയിൽ സ്പെൻസർ യൂസ് ചെയ്തിട്ടുള്ള റൈം സ്കീം നോക്കിക്കോളൂ. ABA, BBC, BCC, DC, DEE, ഇതാട്ടോ റൈം സ്കീം. അത് നമുക്ക് നമ്മളെ ഇതിൽ കൊടുത്തിട്ടുള്ള സോണറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. സോണറ്റിൻ്റെ അവസാന ഭാഗം വെച്ച് നോക്കുക, ഒരേ ഒരു പ്രൊനൗൺസിയേഷനാണ്, അത് വെച്ചിട്ടാണ് AB എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്നത്. എമോറിറ്റി ഈസ് നോട്ട് എൻറ്റയർലി ബേസ്ഡ് ഓൺ ദ ലവ് എക്സ്പീരിയൻസ്. എന്താണ് എമോറിറ്റി എന്ന് പറഞ്ഞത്? എന്താണ്? മുഴുവനായിട്ടും ഒരു ലവ് എക്സ്പീരിയൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല. എമോറിറ്റി എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ബേസ്ഡ് ഓൺ ദ ലവ് എക്സ്പീരിയൻസ്. ലവ് എക്സ്പീരിയൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു കവിതയല്ല, അല്ലെങ്കിൽ ഒരു സോണറ്റ് അല്ല എമോറിറ്റി. ദ പോയം ഓസിലേറ്റ്സ് ബിറ്റ്വീൻ Spencer's private love and public poetic duty towards the nation and Queen. എന്താണ്? The poem oscillates between Spencer's private love and public poetic duty towards the nation and Queen. എന്താണ് പോയം എന്താണ് ഡിസ്ക്രൈബ് ചെയ്യണത്? എന്താണ് തുറന്ന് കാണിക്കുന്നത്? ബിറ്റ്വീൻ സ്പെൻസറിന്റെ പ്രൈവറ്റ് ലവും, അദ്ദേഹത്തിന്റെ സ്വകാര്യത നിറഞ്ഞ പ്രണയവും, അതേപോലെ തന്നെ പബ്ലിക് ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു കവിതയുടെ ഡ്യൂട്ടിയും. എന്തിനു വേണ്ടി? നേഷൻ ആൻഡ് ക്യൂൻ, നേഷനും രാജ്യത്തിനും, ആ രാജ്യത്തിന്റെ രാജ്ഞിക്കും നേരെയുള്ള അദ്ദേഹത്തിന്റെ പബ്ലിക് ആയിട്ടുള്ള പോയറ്റ് ഡ്യൂട്ടിയും, അതേപോലെ തന്നെ എന്താണ് സ്പെൻസറിന്റെ പ്രൈവറ്റ് ലവും ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. He was writing the 18th sonnet of Amority and he already completed 6 books of the Fairy Queen. അത് ഇതിന്റെ ഒരു ഈ ഒരു സെന്റൻസ് നമുക്ക് മനസ്സിലാവാൻ ഏറ്റവും ഉദാഹരണപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ സ്പെൻസർ തൻ്റെ പ്രൈവറ്റ് ലൈഫിനെ പറ്റി അതേപോലെ പബ്ലിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികളെയും ഒരേപോലെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അത് നോക്കൂ, ഹി വാസ് റൈറ്റിംഗ് 60th സോണറ്റ് ഓഫ് അമോറിറ്റി. അമോറിറ്റി എന്ന് പറഞ്ഞത് 69 സോണറ്റ് സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ആ ഒരു അതിലെ 80 സോണറ്റ് അദ്ദേഹം എഴുതിയപ്പോൾ എന്താണ്? ഹി ഓൾറെഡി കംപ്ലീറ്റഡ് 6 ബുക്ക് ഓഫ് ദ ഫെയറി ക്യൂൻ. എന്താണ് ഫെയറി ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 6 ബുക്കും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു 6 ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന അതേ സമയം കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ 80 സോണറ്റ് ഓഫ് അമോറിറ്റി എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ്. ഈ ഫെയറി ക്യൂൻ എന്താണ്? നമ്മളെ എലിസബത്ത് രാജ്ഞീനെ പ്രശംസിച്ചു കൊണ്ടിട്ടുള്ള ഒരു കവിതയാണ്. അതുപോലെ തന്നെ ആ 6 ബുക്കും ഈ 18th സോണറ്റും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അതാണ് പറയുന്നത് പ്രൈവറ്റ് ലൈഫും
പബ്ലിക് പോയറ്റിക് ഡ്യൂട്ടിയും അദ്ദേഹം ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഒരു പോയിന്റ് കേട്ടോ. ദിസ് സജസ്റ്റ് ദാറ്റ് while writing Amority that confesses his love and for his dilemma between private emotion and his public image. എന്താണ് this suggest, ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? that while writing Amority that confess his love, Amortyയിൽ എന്താണ് അദ്ദേഹത്തിന്റെ ബിലൗഡിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയം കൺഫസ് ചെയ്യുക, തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ഹിസ് ഡിലമ്മ ബിറ്റ്വീൻ പ്രൈവറ്റ് ഇമോഷൻ ആൻഡ് ഹിസ് പബ്ലിക് ഇമേജ്, പബ്ലിക് ഇമേജും പ്രൈവറ്റ് ഇമോഷനും ഒക്കെ ഉള്ള അതിൻ്റെയൊക്കെ ഒരു ഡിലമ്മയാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മൾ അമോറിറ്റീനെ പറ്റി ജസ്റ്റ് ചെറുതായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ലിറ്റിൽ ലവ് എന്നാണ് അർത്ഥം. 89 സോണറ്റ് ഉണ്ട് കേട്ടോ അമോറിറ്റി എന്ന് പറഞ്ഞത്. അമോറിറ്റി പറഞ്ഞാൽ ചെറിയ 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 സോണറ്റുകളായിട്ടാണ്. അതിൽ 89 സോണറ്റ് ഉണ്ട്. പബ്ലിഷ് ചെയ്തത് 1595 ലിറ്റിൽ ലവ്സ് എന്നാണ് അമോറിറ്റി എന്ന് പറഞ്ഞ വേർഡിന് മീനിങ്. ഇത്രയൊക്കെയാണ് കേട്ടോ ഒരു അമോറിറ്റീനെ പറ്റിയിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സോണറ്റ് 57. സോണറ്റ് അതിൽ 89 സോണറ്റിലെ 57ാമത്തെ സോണറ്റാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. സോണറ്റ് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ്, ഞാനത് റീഡ് ചെയ്യുന്നില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം കേട്ടോ. സ്വീറ്റ് വാരിയർ, അതാണ് സോണറ്റ് 57ൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു പേരും ആ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞത് കേട്ടോ. സോണറ്റ് 57 begins on the note of weariness felt by the lover who lost his stamina though not the will to woo the beloved. എന്താണ് സോണറ്റ് 57 അത് ബിഗിൻ ചെയ്യുന്ന, സോണറ്റ് 57 ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു നോട്ട് ഓഫ് വിയറിനെസ് ഫെൽറ്റ് ബൈ ദ ലവർ, ലവറിന് ഫീൽ ചെയ്യുന്ന ആ ഒരു വിയറിനെസ് ആണ്. വിയറിനെസ്സിനെ പറ്റിയാണ് സോണറ്റ് 57 ബിഗിൻ, ആ ഒരു നോട്ടോട് കൂടിയാണ് അത് ബിഗിൻ ചെയ്യുന്നത്. ഹു ലോസ്റ്റ് ഹിസ് സ്റ്റാമിന ദോ നോട്ട് ദ വിൽ ടു വൂ ദ ബിലൗഡ്, ബിലൗഡിനെ വൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷെ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാമിന നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് പേഴ്സ്യൂ ചെയ്യാനുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റാമിന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ ഒരു നോട്ടോട് കൂടിയാണ് എന്ത് സോണറ്റ് 57 അമോറിറ്റിയുടെ 57 എന്ന് പറഞ്ഞ സോണറ്റ് ബിഗിൻ ചെയ്യുന്നത്. ഹീ കനോട്ട് എൻഡ്യൂർ ദ ബിലൗഡ്സ് ആങ്കർ ഓർ പ്രൊട്ടസ്റ്റ്. എന്താണ് അദ്ദേഹത്തിന്, സ്പെൻസറിന് അല്ലെങ്കിൽ ഇതിലെ പോയറ്റിന്, റൈറ്റർക്ക്, ഇതിലെ ക്യാരക്ടർ ഇതൊക്കെ സെയിം ഒരാളാണ്. ഹീ കനോട്ട് എൻഡ്യൂർ ബിലൗഡ്സ് ആങ്കർ ഓർ പ്രൊട്ടസ്റ്റ്. ബിലൗഡിൻ്റെ ആങ്കറും ദേഷ്യവും പ്രൊട്ടസ്റ്റും പ്രതിഷേധമൊന്നും എന്താണ് പോയറ്റിന് എൻഡ്യൂർ ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ദ വൂൺസ് ഓഫ് ദ ലവർ ആർ സോർ. എന്താണ് ലവറിൻ്റെ അത് നമുക്ക് സ്റ്റാമിന നഷ്ടപ്പെട്ടു, പിന്നെ അദ്ദേഹം അവളുടെ പ്രൊട്ടസ്റ്റും ആങ്കറും എൻഡ്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊരു നമ്മളെ ലവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു മുറിവുകളാണ്. ആ മുറിവുകൾ എന്താണ് അദ്ദേഹത്തിന് എന്താണ് സഹിക്കാൻ പറ്റുന്നില്ല, അതായത് അദ്ദേഹത്തിന് സങ്കടം നിറയ്ക്കുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. The speaker addresses his beloved as a sweet warrior and plead for an end to their war. എന്താണ് ഈ സ്പീക്കർ, അതായത് നമ്മുടെ റൈറ്റർ, പോയറ്റ് ബിലൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വീറ്റ് വാരിയർ ആയിട്ടാണ്, അതായത് മധുരമുള്ള പോരാളിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിലൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് പ്ലീഡ് ടു എൻഡ് ദ വാർ ബിറ്റ്വീൻ ദം. അവരുണ്ടാവും, ഒരാൾ പെർസ്യൂ ചെയ്യുമ്പോൾ മറ്റാൾ അത് റിജക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്, അതാണ് വാറായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് കേട്ടോ. ആ ഒരു വാറ്, ആ യുദ്ധം അവസാനിക്കാൻ വേണ്ടി അദ്ദേഹം അവളോട് പ്ലീഡ് ചെയ്യണം, അതായത് യാചിക്കുകയാണ്. ഫസ്റ്റ് ലൈൻ സജസ്റ്റ് ദാറ്റ് ദ ലവർ. എന്താണ് ഫസ്റ്റ് ലൈൻ സജസ്റ്റ് ചെയ്യുന്നത്? എന്താണ് ലവറിനെയാണ്. ആൻഡ് ബിലൗഡ് ഹാവ് ബീൻ അറ്റ് വാർ ആസ് ഓപ്പണന്റ്. എന്താണ് ലവറും ബിലൗഡും തമ്മിൽ, ബിലൗഡിനെ ലവറിനെയും ബിലൗഡിനെയും, അതായത് പ്രണയിക്കുന്ന ആളെയും പ്രണയിക്കപ്പെടുന്ന ആളെയാണ് ലവർ ബിലൗഡ് എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും വാറ് പോലെ ഒരു ഒപ്പോണന്റ്, എതിരാളികളെ പോലെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ലൈനുകളിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഹിയർ വാർ ആസ് എ മെറ്റഫർ. എന്താണ് വാറ്, ഇവിടെ വാർ എന്ന് ഉപയോഗിക്കുന്ന ആ ഒരു വേർഡ് എന്താണ് മെറ്റഫർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. മെറ്റഫർ ആണ് വാർ ആസ് എ മെറ്റഫർ. ലവ്
ട്രൈയിങ് ലവർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ പരിശ്രമത്തിൽ വിൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും പോലെ അദ്ദേഹത്തിന്റെ പ്രണയം ജയിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. The paradox makes the sonnet more significant. It adds the fineness of the love emotion. എന്താണ് the paradox makes the sonnet more significant. ആ പാരഡോക്സ് എന്താണ് സോണറ്റിനെ ഒന്നും കൂടെ കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാക്കുകയാണ്. ആൻഡ് ഇറ്റ് ആഡ്സ് ദ ഫൈനസ് ഓഫ് ദ ലവ് ഇമോഷൻ്റെ ആ ഒരു ഫൈൻനെസ്, ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വികാരതയ്ക്ക് നല്ല ഒരു ഫൈൻനെസ് കൊടുക്കുകയാണ് ആ ഒരു പാരഡോക്സ് കേട്ടോ. ദ വാരിയർ ഈ സ്വീറ്റ് എന്താണ് സ്വീറ്റ് വാരിയർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വാരിയർ, അതായത് നമ്മൾ ആ ഒരു പോരാളിയാണെങ്കിൽ കൂടി എന്താണ് സ്വീറ്റ് ആണെന്നാണ് പറയുന്നത്. ഹിയർ ബിലൗഡ് ഈസ് ദ വാരിയർ. ഇവിടെ എന്താണ് ആ ഒരു പ്രണയിനി ആണ് എൻ്റെ വാരിയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഹൂ ആംഡ് വിത്ത് ദ ആരോ വിത്ത് ദാറ്റ് ഹിറ്റ് ദ ലവർ ആൻഡ് ദ ലവേഴ്സ് ഹേർട്ട്. എന്താണ് ആ സ്വീറ്റ് വാരിയർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലവർ എന്താണ് ഹൂ ഹാവ് ആംഡ് വിത്ത് ദ വാരിയർ ഹൂ ആംഡ് വിത്ത് ആരോ ദാറ്റ് ഹിറ്റ് ദ ലവർ ആൻഡ് ഹിസ് ഹേർട്ട്. അതായത് അദ്ദേഹം യുദ്ധമാണല്ലോ, യുദ്ധമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ പോയറ്റ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രണയിനി ആ യുദ്ധത്തിൽ അദ്ദേഹത്തിനെ അമ്പ് ചെയ്യണത് പോലെയാണ് ആ അമ്പ് അദ്ദേഹത്തിന്റെ പ്രണയത്തെയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും വന്ന് തറയ്ക്കുന്നു എന്നാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അതാണ് പാരഡോക്സ് ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. The reference to high time it is common renaissance referred that add urgency to the scene. എന്താണ് ഇവിടെ ഒരു ഹൈ ടൈം ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് നമുക്ക് ഈ ഒരു സോണറ്റ് 57 കാണാം. അതെന്താണെന്ന് നോക്കൂ കേട്ടോ. കോമൺ റിനസൻസ് റെഫേർഡ്, അതായത് കോമൺ ആയിട്ടുള്ള ആ ഒരു നവോത്ഥാനത്തെയാണത് റെഫർ ചെയ്യുന്നത്. അതെന്താണ് ഒരു അർജൻസി, ആ ഒരു സീനിന് ഒരു അർജൻസി നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കൂട്ടി കൊടുക്കുന്നുണ്ട്. ഹൈ ടൈം അതായത് അതിൻ്റെ ഒരു അർജൻസിയാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ദ എക്സ്പെരിമെൻറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ് സോ മസ്റ്റ് എൻജോയ്. എന്താണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്, നമ്മൾ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ഷോർട്ട് എന്നാണ് പറയണത്. നമ്മളെന്താണ് അത് എന്തായാലും ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യണം എന്നാണ്. അതിന് എക്സാമ്പിളായിട്ട് ജോൺ ഡണ്ണിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡ് നമ്മളിതിൽ കാണാം, കാർപ്പേഡിയൻ പറഞ്ഞാൽ സീസ് ദ ഡേ, അതായത് എൻജോയ് ദ മൊമെൻറ്റ്. നമ്മൾ ആ ഒരു മൊമെൻറ്റ്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാനല്ല, മറ്റ് നാളെ പറ്റി ചിന്തിക്കാതെ ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു വേർഡാണ് കാർപ്പേഡിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാർപ്പേഡിയാണ് ഇതിൽ പറയുന്നത്. ദ എക്സ്പെരിമെൻറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ്. എന്താണ് നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റ്, ജീവിതം എന്നൊക്കെ പറയുന്നത് എന്താണ് ഷോർട്ട് ലിവ്ഡ് ആണ്. അപ്പോൾ അതെന്താണ് മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻ ദിസ് സോണറ്റ് poet visualized his beloved as sweet warrior, so she stopped her anger with him. Here the love-lorn poet was imagined as a helpless creature. എന്താ പറയുന്നത് നോക്കും. ഇൻ ദിസ് സോണറ്റിൽ പോയറ്റ് അദ്ദേഹത്തിൻ്റെ ബിലൗഡിനെ സ്വീറ്റ് വാരിയർ ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വീറ്റ് വാരിയർ എന്നുള്ള ആ ഒരു പദപ്രയോഗം എന്താണ് അവളെ ആ ഒരു ആങ്കർ, അവനോടുള്ള പോയറ്റിനോടുള്ള ആ ഒരു ദേഷ്യത്തെ സ്റ്റോപ്പ് ചെയ്യിക്കണത്, അതായത് അത് നിർത്തണം. ആ ഒരു സ്വീറ്റ് വാരിയറിന് അദ്ദേഹം അവളെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവൾക്ക് അതിൽ അദ്ദേഹത്തോടുള്ള ആ ഒരു ദേഷ്യം അവൾ നിർത്തുകയാണ്. ഹിയർ ദ ലവ് ലോൺ പോയറ്റ് വാസ് ഇമാജിൻഡ് ആസ് എ ഹെൽപ്ലെസ് ക്രിയേച്ചർ. ഇവിടെ എന്താണ് ലവ് ലോൺ, അതായത് ആ പ്രണയം നിറഞ്ഞിട്ടുള്ള ആ ഒരു പോയറ്റിനെ എന്തായിട്ടാണ് ഇമേജ് ചെയ്യുന്നത്? ഹെൽപ്ലെസ് ക്രിയേച്ചർ, അതായത് നിസ്സഹായനായ ഒരു ക്രിയേച്ചർ ആയിട്ടാണ് ഇവിടെ പോയറ്റ് തന്നെ ഇമാജിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എലിസബത്തൻ ലാംഗ്വേജ് സെർവ് ദ പർപ്പസ് ഓഫ് ദ ഡെപിക്റ്റിംഗ് ഹ്യൂമൻ ഇമോഷൻ ഫ്രം ദ ഡിവൈൻ സോഴ്സ്. എന്താണ് എലിസബത്തൻ ലാംഗ്വേജ് സെർവ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ എലിസബത്തൻ ലാംഗ്വേജ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ദ പർപ്പസ് ഓഫ് ഡെപിക്റ്റിംഗ് ഹ്യൂമൻ ഇമോഷൻസ് ഫ്രം ദ ഡിവൈൻ സോഴ്സ്. ആ ഒരു ഡിവൈൻ സോഴ്സ്, ദൈവികപരമായിട്ടുള്ള ആ ഒരു സോഴ്സിൽ നിന്നും എന്താണ് നമ്മുടെ ഹ്യൂമൻ ഇമോഷൻ്റെ പർപ്പസിനെയാണ് അവിടെ എലിസബത്തൻ ലാംഗ്വേജ് ഡെപിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ദ ഇമോഷൻ ഈസ് പ്രൈമർലി ഇൻ ദ ഹ്യൂമൻ ഹേർട്ട്
or the mythical aspect of the surrounding nature. Nature manifests itself human form as love and longing. എന്താണ്? The emotion is primarily in the human heart or the mythical aspect of surrounding nature. The emotion, നമ്മൾ ആ ഇമോഷൻ എന്നൊക്കെ പറഞ്ഞത് പ്രൈമർലി അതായത് പ്രൈമർലി എന്താണ് ഇമോഷൻ എന്താണ് ഹ്യൂമൻ ഹേർട്ടിലുള്ള ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ ആസ്പെക്റ്റ് പുരാതന കാലം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റ് ഒക്കെ എന്താണ് നമ്മളെ നേച്ചറിനെ പ്രകൃതിയെ ചുറ്റിപ്പറ്റി സറൗണ്ട് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇമോഷൻ ഹ്യൂമൻ ഹേർട്ട് ആൻഡ് മിത്തിക്കൽ ആസ്പെക്റ്റ് മിത്തിക്കൽ ആ പുരാതന കാലത്തെ ഉള്ള കുറച്ച് ആസ്പെക്റ്റുകളും അതേപോലെ തന്നെ എന്താണ് നമ്മളെ ഹ്യൂമൻ ഇമോഷൻസും എന്താണ് ഹ്യൂമൻ ഹേർട്ടിൻ്റെ ഇമോഷൻസ് ഒക്കെ എന്താണ് നമ്മളെ നേച്ചർ പ്രകൃതിയുമായിട്ട് സറൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. നേച്ചർ മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഹ്യൂമൻ ഫോം ആസ് എ ലവ് ആൻഡ് ലോങ്ങിങ്. എന്താണ് ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞത് പ്രണയമായിട്ടാണ് അദ്ദേഹം ഇവിടെ കൺസിഡർ അല്ലെങ്കിൽ ലോങ്ങിങ് ആയിട്ടാണ് ദീർഘകാലം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രണയമായിട്ട് ആ ഒരു ഫോമിലാണ് നേച്ചർ ഇതിനെ സ്വയം മാനിഫെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സ്വീറ്റ് വാരിയർ, അതായത് അദ്ദേഹത്തിൻ്റെ ബിലൗഡിനെ സ്വീറ്റ് വാരിയർ എന്നാണ് പറയുന്നത്. സ്വീറ്റ് വാരിയർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്താണ് ഓക്സിമറോൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്സിമറോണും പാരഡോക്സും എന്ന് പറഞ്ഞു. ഓക്സിമറോൺ ആണ് സ്വീറ്റ് വാരിയർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പിനേഷൻ ഓഫ് ആൻറ്റോണിംസ്, അതായത് രണ്ട് വിപരീത അർത്ഥങ്ങളുള്ള പദങ്ങൾ കൂടിച്ചേരുന്നതിനെയാണ് എന്ത് ഓക്സിമറോൺ എന്ന് പറയാതെ സ്വീറ്റ് വാരിയർ. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള, വാരിയർ എന്ന് പറഞ്ഞാൽ പോരാളി എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ രണ്ടും ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ്സ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്നതിനെയാണ് എന്താണ് അതിനെ കമ്പൈൻ ചെയ്യുന്നതിനെ എന്താണ് ഓക്സിമറോൺ എന്ന് പറയുക കേട്ടോ. ഓക്സിമറോൺ സ്വീറ്റ് വാരിയർ കോമ്പിനേഷൻ ഓഫ് ആൻറ്റോണിംസ്, അതായത് വിപരീത പദങ്ങളുള്ള വാക്കുകളെ ഒരുമിച്ച് ചേർക്കുന്നതിനെയാണ് ഓക്സിമറോൺ എന്ന് പറയാം. ഹിയർ എ വിമൺ ട്രീറ്റ്സ് ഹെർ പെർസ്യൂവർ ക്രൂവലി. എന്താണ് ഇവിടെ ഈ ഒരു സോണറ്റിൽ അമോറിറ്റി 57 എന്ന് പറഞ്ഞ സോണറ്റിൽ വിമൺ സ്ത്രീ എങ്ങനെയാണ് അവളുടെ പെർസ്യൂവർ അവളെ പെർസ്യൂ ചെയ്യുന്ന ആളെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ക്രൂവലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. വളരെ ക്രൂരമായ രീതിയിലാണ് അവളുടെ ബിലൗഡിനെ അല്ലെങ്കിൽ പെർസ്യൂവറിനെ ട്രീറ്റ് ചെയ്യുന്നത്. The sonnet follow the convention of the Petrarchan sonnet in Italy. എന്താണ് ഈ സോണറ്റ് നമ്മൾ ഈ ഒരു സ്പെൻസറുടെ അമോറിറ്റി സോണറ്റ്, അതായത് സോണറ്റ് 57 67 എല്ലാം എന്താണ് ഫോളോ ചെയ്യുന്നത്? കൺവെൻഷൻ ഓഫ് പെട്രാർക്കൻ സോണറ്റ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ പെട്രാർക്കൻ സോണറ്റിൻ്റെ ആ ഒരു രീതികളോട് കൂടിയാണ് ഈ ഒരു സോണറ്റ് സ്പെൻസർ ഫോളോ ചെയ്യുന്നത്. ദ പോയറ്റ് ലവർ, ഇവിടെ പോയറ്റ് ലവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ ക്യാരക്ടർ, ഈ സോണറ്റിലെ ക്യാരക്ടറും എഴുത്തുകാരനും ഒന്നാണ്. അതായത് ലവറും പോയറ്റും ഒരേ ആളാണ്. അതുകൊണ്ടാണ് പോയറ്റ് ലവർ എന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. ദ പോയറ്റ് ലവർ ഈസ് സബ്ജക്റ്റഡ് ദ ക്രൂവൽറ്റി ആൻഡ് വയലൻസ് ഓഫ് വിമൺ ഹണ്ടർ. എന്താണ് പോയറ്റ് ലവർ എന്തിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വിഷയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ദ ക്രൂവൽറ്റി ആൻഡ് വയലൻസ് ഓഫ് ദ വിമൺ ഹണ്ടർ. വിമൺ ഹണ്ടറിൻ്റെ ഒരു ക്രൂവൽറ്റിയും വയലൻസും നേരിടുന്ന ഒരാളായിട്ടാണ് ഇവിടെ പോയറ്റ് ലവറിനെ സബ്ജക്റ്റ് ചെയ്തിട്ടുള്ളത്. വേർഡ്സ് ലൈക്ക് വാരി, ബാറ്ററി, ആരോ, ക്രുവൽ, വൂൺസ്, സ്ലേയിങ്, ഈ 4-5 വേർഡുകൾ എന്താണ് അതിൻ്റെ സ്പെല്ലിങ് നമ്മൾ പോയത്തിൽ സോണറ്റിലുള്ള പോലത്തെ സ്പെല്ലിങ്ങുകളാണ്. അപ്പോൾ നമ്മളെ സാധാ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ വേർഡ്സ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്വീറ്റ് വയലൻസ്, മധുരമുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു വയലൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ ഈ വേർഡ്സ്. വാരി, ബാറ്ററി, ആരോ, ക്രുവൽ, വൂണ്ട്, സ്ലേയിങ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്? ഈസ് ഡിനോട്ടിങ് ദ വേർഡ് സ്വീറ്റ് വയലൻസ്. അറ്റ് ലാസ്റ്റ് he was ready to be her obedient servant. The more he attacked, the more he smitten. എന്താണ് അവസാനമായിട്ട് എന്താണ് ഈ ഒരു സോണറ്റിൻ്റെ അവസാന ഭാഗത്ത് പോയറ്റ് അല്ലെങ്കിൽ ലവർ എന്താണ് അവൻ്റെ ബിലൗഡിൻ്റെ ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള സെർവൻ്റ് ആവാൻ വേണ്ടി തയ്യാറാകുന്നതാണ് ഈ പോയറ്റിൻ്റെ അവസാനം. എത്രത്തോളം അവള്
അവനെ അറ്റാക്ക് ചെയ്യണോ അത്രത്തോളം അദ്ദേഹം എന്താണ് സ്മിറ്റൺ ചെയ്യാണ്, അതായത് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ദ മോർ ഹി അറ്റാക്ക്ഡ് ആൻഡ് ദ മോർ ഹി സ്മിറ്റൺ. ഇത്രയാണ് നമ്മളെ സോണറ്റ് 57 ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത പോർഷനാണ് സോണറ്റ് 67 കേട്ടോ. സോണറ്റ് 57ഉം 67ഉം 75ഉം ആണ് നമ്മൾ അമോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് 4 പഠിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണറ്റ് 67. Sonnet 67, a gentle deer chased by the hunter and his horns. എന്താണ് ഇതുവരെ നമ്മൾ 57 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് പോയറ്റും പോയറ്റിൻ്റെ എന്താണ് ബിലൗഡും തമ്മിലുള്ള കാര്യങ്ങളാണ്. ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ഡീറിനെ ഒരു ഹണ്ടർ ചേസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. രണ്ടും ഈക്വൽ ആണ്. ലവർ പോയറ്റ് തൻ്റെ ബിലൗഡിനെ ചേസ് ചെയ്യുന്നു, ഇവിടെ ഒരു ഹണ്ടറിൻ്റെ ഡീറിനെ ചേസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയണത് കേട്ടോ. ജെന്റിൽ ഡീർ ചേസ്ഡ് ബൈ ദ ഹണ്ടർ ആൻഡ് ഹിസ് ഓൺ. ഹണ്ടറും അതായത് വേട്ടക്കാരനും അദ്ദേഹത്തിൻ്റെ നായ്ക്കളും കൂടി ഒരു പാവപ്പെട്ട ഒരു ജെന്റിലായിട്ടുള്ള ഒരു മാനിനെ ചേസ് ചെയ്യുന്നതിനെ പറ്റിയാണ് സോണറ്റ് 67 സ്പെൻസർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹിയർ poet describes the uneasy relationship between the lover and the woman. ഇവിടെ എന്താണ് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ദ അൺഈസി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലവർ ആൻഡ് ദ വുമൻ. അത് തന്നെ പറഞ്ഞില്ലേ, 57 സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ഇവിടെ ലവറും ബിലൗഡും ആണെങ്കിൽ ഇവിടെ ഹണ്ടറും ഡീറുമാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ എന്താണ് ഇതാ അൺഈസി റിലേഷൻ, ഒരു ഈസി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ലവർ ആൻഡ് ദ വിമൺ. പോയറ്റും അതായത് ലവറും അല്ല അദ്ദേഹത്തിൻ്റെ വിമണും തമ്മിലുള്ള ആ ഒരു അൺഈസി, അത്ര തന്നെ ഈസി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ പോയറ്റ് ഈ 67 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹിയർ ഹി ഈസ് ദ ഹണ്ട്സ്മാൻ ആൻഡ് ദ വിമൺ ഈസ് ഹിസ് പ്രേ. ഇറ്റ് ഇവോക്ക് മെനി ഇൻ്റർപ്രിട്ടേഷൻ. എന്താണ് ഇവിടെ ഹണ്ട്സ്മാൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? പോയറ്റിനെയാണ് ഇവിടെ ഹണ്ട്സ്മാൻ ആയിട്ട്. പോയറ്റ് സ്പെൻസർ സ്വയം ഹണ്ട്സ്മാൻ ആവുകയാണ്. ആൻഡ് ദ വിമൺ ഇൻ ഹിസ് പ്രേ. വിമൺ എന്താണ്, അതായത് ഇതിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ള വിമൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്? പ്രേ, അദ്ദേഹത്തിൻ്റെ ഒരു ഇരയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഇവോക്ക് മെനി ഇൻ്റർപ്രിട്ടേഷൻസ്. എന്താണ് ഈ ഒരു കാര്യം, ഹണ്ട്സ്മാനും അതേപോലെ വിമൺ ഈസ് പ്രേ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് കുറേ അധികം ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ നോക്കിക്കോളൂ കേട്ടോ. ഹണ്ടർ ഹണ്ട്സ് ഫോർ പ്ലഷർ ആൻഡ് ചേസ് ബ്രിങ് ഹിം ത്രിൽ. എന്താണ് ഹണ്ടർ എന്തിനു വേണ്ടിയിട്ടാണ്, വേട്ടക്കാരൻ എന്തിനു വേണ്ടിയിട്ടാണ് വേട്ടയാടുന്നതെന്നാണ് പറഞ്ഞത്? ഫോർ പ്ലഷർ. അതായത് അദ്ദേഹത്തിന് വേട്ടക്കാരന് വേട്ടയാടുമ്പോൾ ഒരു പ്ലഷർ കിട്ടും, ആ ഒരു സന്തോഷം, മനസ്സിനുള്ള ആ ഒരു സുഖത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ഹണ്ടർ ഹണ്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ചേസ് ബ്രിങ് ഹിം ത്രിൽ. എന്താണ് ആ ചേസ് ചെയ്യുന്നത്? നമ്മൾ വേട്ടയാടി ഒരു മൃഗത്തെ ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ത്രില്ല് കിട്ടുകയാണെന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞത്. സെക്കൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഹി ഹണ്ട്സ് ടു ഡിവർ ദ ആനിമൽ ഓഫ് ചേസ് ആൻഡ് സാറ്റിസ്ഫൈ ഹിസ് ഹങ്കർ. അത് ആദ്യത്തെ എന്താണ് ഇന്റർപ്രിട്ടേഷൻ? അദ്ദേഹത്തിന് ഹണ്ട് ചെയ്യുമ്പോൾ ആ പ്ലഷറും ചേസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു ത്രില്ലും. രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഹി ഹണ്ട്സ് ടു ഡിവർ ദ ആനിമൽ. എന്താണ് ഹണ്ട് ചെയ്യുന്ന മൃഗത്തെ അദ്ദേഹം വിഴുങ്ങുകയും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എന്താണ് വിശപ്പ് ഇല്ലാതാവുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് ഇന്റർപ്രിട്ടേഷൻ, ഒന്ന് പ്ലഷറിന് വേണ്ടിയിട്ട്, രണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട്. അതാണ് മെനി ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദീസ് ഇന്റർപ്രിട്ടേഷൻസ് ആർ ട്രൂ ഫോർ ദ വിമൺ ലൈക്ക് ദ ഡിയർ. എന്താണ് ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ? നമ്മൾ ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ സ്ത്രീ അല്ലെങ്കിൽ ബിലൗഡിനെ ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലഷർ, അതേപോലെ തന്നെ ആ പ്ലഷർ കിട്ടി. ഇതിൽ പറയുന്നത് എന്താണ്? സാറ്റിസ്ഫൈസ് ഹങ്കർ. പിടിച്ചു കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹങ്കർ എന്താണ് ഇല്ല, വിശപ്പ് പോവുകയാണ്. അത് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ ഡീറിനെ പോലെ, മാനിനെ പോലെ എന്താണ് വിമൺ, സ്ത്രീക്കും കൂടി ഒരേപോലെ ബാധകമാണ് എന്നാണ്. സ്ത്രീയുടെ കാര്യത്തിലും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ ഒരു ഇന്റർപ്രിട്ടേഷനിലൂടെ പോയറ്റ് പറയുന്നത് കേട്ടോ. ലൈക്ക് ദ ഏർലിയർ സോണറ്റ്, അതായത് നമ്മൾ ആദ്യം പഠിച്ച സോണറ്റ് അമോറിറ്റി 57 എന്താണ്
ദ പോയറ്റ് എക്സ്പ്രസസ് ഹിസ് വിയറിനെസ് ഇൻ വൂയിങ് ദ ബിലൗഡ്. എന്താണ് പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്? ബിലൗഡിനെ വൂ ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സങ്കടങ്ങളെ പറ്റിയാണ് അദ്ദേഹം നിരാശയെ പറ്റിയൊക്കെയാണ് അദ്ദേഹം പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഏർലിയർ സോണറ്റിൽ അങ്ങനെ ആയിരുന്നു അല്ലെ, ചേസ് ചെയ്യുമ്പോൾ അവള് റിജക്റ്റ് ചെയ്യുക, അപ്പൊ അതിനെ പറ്റിയുള്ള വിയറിനെസ് നിരാശയെ പറ്റിയാണ് പറയണത്. ഹണ്ടർ ഈസ് ടയേർഡ്. എന്തേ ചേസ് ചെയ്തും അതിനെ മാനിനെ കിട്ടിയില്ല. ജെന്റിലായിട്ടുള്ള മാനാണെങ്കിൽ കൂടി ഹി കനോട്ട് ക്യാപ്ചർ ദ ഡീർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടയേർഡ് ആവുകയാണ്, ക്ഷീണിതനാവും. സോ ഡിസൈഡ് ടു റെസ്റ്റ് ഇൻ ദ ഷെയ്ഡ്സ് ഓഫ് എ ട്രീ. അപ്പോൾ അങ്ങനെ ക്ഷീണിച്ച അദ്ദേഹം ഒരു മരത്തിന്റെ തണലിൽ റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഹിയർ സോണറ്റ് ഈസ് ഡ്രമാറ്റിക് ഇൻ നേച്ചർ. അതുണ്ടോ, ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഈ സോണറ്റ് 67 സ്പെൻസർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റാറ്റിക് പിക്ചർ ഓഫ് ഡിസ്ക്രിപ്ഷൻ. ഇതെന്താണ്, ഇതൊരു ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് പിക്ചർ ഒന്നുമല്ല. സോണറ്റ് ഡ്രമാറ്റിക് ആണ്. എന്താണ്, ഒരു ഡിയറിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഹണ്ടറിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡ്രമാറ്റിക് ഇൻ നേച്ചർ ആണ് കേട്ടോ. ഹിയർ പോയറ്റ് സെറ്റേഴ്സ്, ഈ ഡ്രമാറ്റിക് നേച്ചറിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പോയിന്റ്. ഹിയർ പോയറ്റ് സെറ്റ് എ സീൻ. ഇവിടെ എന്താണ്, നമ്മളെ പോയറ്റ് സ്പെൻസർ ഒരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എന്താ നോക്കിക്കോളൂ കേട്ടോ. ദ ഹണ്ടർ ടേക്ക് റെസ്റ്റ് ആൻഡ് ഹണ്ടർ നമ്മൾ പറഞ്ഞു ഇവിടെ ക്ഷീണിച്ച് ഹണ്ട് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം ഒരു മരത്തിന്റെ തണലിൽ റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഒരു റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ദ ഡീർ കമ്മിങ് ടു ദ സെയിം പ്ലേസ് ടു ഡ്രിങ്ക് വാട്ടർ. അതേ ഒരു സ്ഥലത്ത് ആ ഒരു മരത്തിന്റെ തണലിൽ ഒരു അരുവി ഉണ്ടായിരുന്നു. ആ അരുവിയിലേക്ക് ആ മാൻ എന്താണ്, വെള്ളം കുടിക്കാൻ ക്ഷീണിച്ച് വെള്ളം കുടിക്കാൻ വരികയാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്ഥലത്ത് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ബട്ട് ദ ഹണ്ടർ സ്റ്റോപ്ഡ് chasing the deer and then the deer fulfill its thirst. എന്താണ്, പോയറ്റ് അല്ലെങ്കിൽ ഹണ്ടർ എന്താണ്, ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഹണ്ട് ചെയ്ത് അദ്ദേഹം വളരെയധികം ക്ഷീണിതനായതുകൊണ്ടാണ് മരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കുന്നത്. ആ മരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സെയിം സ്ഥലത്തേക്ക് മാനും ക്ഷീണിതനായിട്ട് മാന് വെള്ളം കുടിക്കാൻ വേണ്ടി അതിന്റെ അടുത്തുള്ള അരുവിയിലേക്ക് പോവാണ്. അങ്ങനെ ക്ഷീണിതനായിരിക്കുന്ന ഹണ്ടർ ക്ഷീണിതനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചേസ് ചെയ്യാനുള്ള ആ ഒരു എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഡീറിന് മനസ്സിലായതുകൊണ്ട് ഡീർ എന്ത് ചെയ്തു? അവളുടെ ദാഹം ഫുൾഫിൽ ചെയ്തു. ദാഹം മുഴുവനും വെള്ളം കുടിച്ച് തീർത്തു. ദെൻ ഹണ്ടർ സീസ് ദ ഡീർ. അപ്പോഴാണ് ഹണ്ടർ ഇതൊന്നും ചെയ്യുന്നില്ല, ഓടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഹണ്ടർ വേഗം അതിനെ പോയിട്ട് ചേസ് ചെയ്ത് പിടിച്ചു. ചേസ് ദ ഡീർ. ദ ഫെയിലിയർ ഓഫ് ദ ഹൺസ്മാൻ എഫേർട്ട് മേഡ് ഹിംസെൽഫ്. എന്താണ്, കുറേ അധികം അദ്ദേഹം ചേസ് ചെയ്യാൻ ശ്രമിച്ചു. ആ ഒരു ഫെയിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ടുകളിലൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അയാൾക്ക് എന്താ തോന്നി? അദ്ദേഹത്തിന് മെയ്ഡ് ഹിംസെൽഫ്. ആ ഒരു എഫേർട്ട് ഫെയിൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നുകയാണ് ഉണ്ടായത്. ദെൻ ദ ഡീർ ഡിസൈഡ് ടു ജോയിൻ ഹിം. അപ്പൊ എന്താണ്, ആൻഡ് ദ ഹണ്ടർ ബിക്കം ഹാപ്പിയാണ്. ഇതുവരെ സാഡ് ആയിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ഹണ്ടറിനെ കണ്ടപ്പോൾ ആ പാവപ്പെട്ട മാനിന് എന്ത് തോന്നി? സങ്കടം തോന്നി. അതുകൊണ്ട് തന്നെ എന്താണ്, ഹി ജോയിൻസ് ടു ഹിം. അദ്ദേഹം മാനിന്റെ അടുത്തേക്ക് വന്ന് ജോയിൻ ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ സങ്കടം മാറി അദ്ദേഹം ബിക്കം ഹാപ്പി. ഇതാണ് ഒരു ഡ്രമാറ്റിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹിയർ പോയറ്റ് ഡിസ്ക്രൈബ് ദ ഡീർ ആസ് ബോത്ത് ജെന്റിൽ ആൻഡ് വൈൽഡ്. ഇറ്റ് ടിപ്പിഫൈസ് ഹിസ് പോയറ്റിക് ആർട്ട് ഓഫ് കോൺട്രഡിക്ഷൻ. എന്താണ്, ഇവിടെ പോയറ്റ് നമ്മുടെ മാനിനെ ജെന്റിലും അതേപോലെ വൈൽഡും ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വളരെയധികം സൗമ്യം, അതേപോലെ ഒരു കാടത്തമുള്ള രീതിയിലുമുള്ള ഒരു മൃഗമായിട്ടാണ് മാനിനെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ടിപ്പിഫൈസ് ഹിസ് പോയറ്റിക് ആർട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ. എന്താ കോൺട്രഡിക്ഷൻ? അദ്ദേഹത്തിന്റെ പോയറ്റിക് ആർട്ടിന്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടാണ് ഇത് ടിപ്പിഫൈ ചെയ്യുന്നത്. ദ mobility of the lover to control the deer has been proven here. എന്താണ് ഇന്നബിലിറ്റി ഓഫ് ദ ലവർ, നമ്മളെ ആ ലവറിന് അദ്ദേഹത്തിൻ്റെ ആ ഡീറിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നബിലിറ്റി, അതായത് കഴിവില്ലായ്മയെ അദ്ദേഹം പോയറ്റ് ഇവിടെ പ്രൂവൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
ദ ഇന്നബിലിറ്റി ഓഫ് ലവർ ടു കൺട്രോൾ ദ ഡീർ ഹാസ് ബീൻ പ്രൂവൺ. അതായത് ലവർക്ക് അല്ലെങ്കിൽ ഒരു ഹണ്ടർക്ക് ആ ഒരു ഡീറിനെ, മാനിനെ അല്ലെങ്കിൽ ലവറിനെ നമ്മൾ കണക്കാക്കുമ്പോൾ വിമണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇനബിലിറ്റീനെ എന്താണ് ഇവിടെ പോയറ്റ് സ്പെൻസർ പ്രൂവൻ ചെയ്തിട്ടുണ്ട്. മാനിനെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ചേസ് ചെയ്ത് പിടിക്കുകയല്ല, മാന് അദ്ദേഹത്തിൻ്റെ നിസ്സാവസ്ഥ കണ്ടിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായത്. അവർ രണ്ടുപേരും ഒന്നിച്ച് കൂടി ചേരുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ ഇനബിലിറ്റി ഓഫ് ലവർ ടു കൺട്രോൾ ദ ഡീർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ വൈൽഡ് വൺ ടേൺ ജെന്റിൽ ഔട്ട് ഓഫ് ഹി വിൽ ആൻഡ് ഓൾസോ ദ വിമൻസ് വിൽ എംഫസൈസ്ഡ് ഇൻ ദിസ് ഓൺ. ദ വൈൽഡ് വൺ എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത്? ജെന്റിലായിട്ട് വൈൽഡ് വണ്ണ് ടേൺ ചെയ്യാണ്. വൈൽഡ് വൺ ടേൺ ടു ജെന്റിൽ, ഒരു മൃഗീയമായിട്ടുള്ള ആ ഒരു രൂപത്തിൽ നിന്ന് ജെന്റിൽ മൃദുവായിട്ട് മാറിയാണ് എന്ത് വൈൽഡ് ആയിട്ടുള്ള ആ ഒരു അനിമൽ. ആൻഡ് ഔട്ട് ഹി വിൽ ആൻഡ് ഓൾസോ വിമൻസ് വിൽ എംഫസൈസ് ഇൻ ദിസ് ഈ സോണറ്റിൽ. അതേപോലെ തന്നെ ഡീർ എങ്ങനെയാണോ ജെന്റിലാവുന്നത്, വൈൽഡ് ക്യാരക്ടർ എങ്ങനെയാണോ ജെന്റിലാണോ, അതേപോലെ തന്നെ വിമണും എങ്ങനെയാണ് ആ ഒരു നമ്മളെ ആ ഒരു ഇത് ദേഷ്യം മാറി അദ്ദേഹത്തോട് ക്ഷമിച്ച് ഒന്നാവണുണ്ട്. ഫൈനലി ഷീ ഫീൽസ് പിറ്റി. ഫൈനലി ഫീൽസ് പിറ്റി ഓൺ ദ മാൻ ആൻഡ് ജോയിൻസ് ഹിം. എന്താണ് അവസാനമായപ്പോഴേക്ക് ഇങ്ങനെ അവളെ പേഴ്സ് ചെയ്ത് അദ്ദേഹം ക്ഷീണിതനാവും ചെയ്തു. അവൻ അതേപോലെ സങ്കടവുമായി. അതുകൊണ്ട് തന്നെ അവൾക്ക്, അതായത് ബിലൗഡിന് അദ്ദേഹത്തോട് ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥ തോന്നുകയാണ്. അതിനാൽ എന്താണ് ഷീ ജോയിൻസ് ടു ഹിം, അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ്. ഹിയർ വി ഫേസ് ടു ആസ്പെക്ട്. ഇവിടെ നമുക്ക് രണ്ട് ആസ്പെക്റ്റുകൾ കാണാം. എന്താ നോക്കൂട്ടോ. വൈ വുഡ് എ പ്രേ കം ടു ദ ഹൺസ്മൻ? അതെ, നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. വൈ വുഡ് എ പ്രേ കം ടു ദ ഹൺസ്മാൻ? എങ്ങനെയാണ് ഒരു പ്രേ, ഇര, തൻ്റെ ഹൺസ്മാനിൻ്റെ അടുത്തേക്ക് പോകുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മൃഗം അവൻ്റെ ജീവൻ കളഞ്ഞുകൊണ്ട് ഹൺസ്മാൻ അല്ലെങ്കിൽ ഒരു വേട്ടയാടുന്ന ആളുടെ അടുത്തേക്ക് ചെല്ലില്ല. എങ്ങനെയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. രണ്ടാമത്തത് പോയറ്റ് ലവർ, അതായത് ലവറും പോയറ്റും ഒന്നാണ്, അതുകൊണ്ടാണ് പോയറ്റ് ലവർ എന്ന് പറയുന്നത്. പോയറ്റ് ലവർ വണ്ടേഴ്സ് how a wild beast of such energy and vigor could finally turn off its own according to sweet and friendly figure. അതെ, ഇങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ്, എങ്ങനെയാണ് ഒരു പ്രേ, ഇര, തൻ്റെ വേട്ടയാടുന്ന ആളുടെ അടുത്തേക്ക് ചെല്ലണത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് എന്താണ്, ദ പോയറ്റ് ലവർ, പോയറ്റ് വണ്ടർ ചെയ്യാണ്. ഇങ്ങനെ ഹൗ എ വൈൽഡ് ബീസ്റ്റ് ഓഫ് സച്ച് എനർജി ആൻഡ് വിഗർ. അത് അത്രയും എനർജിയും വിഗറും പൗരുഷമുള്ള ആ എനർജിയുള്ള ആ ഒരു വൈൽഡ് കാട്ടുമൃഗം എങ്ങനെയാണ് അങ്ങനെ ഇത്രയധികം എനർജിയൊക്കെ കിട്ടുന്നത്. ആൻഡ് കുഡ് ഫൈനലി ടേൺ ഓഫ് ഇറ്റ്സ് ഓൺ അക്കോർഡിംഗ് ടു സ്വീറ്റ് ആൻഡ് ഫ്രണ്ട്ലി ഫിഗർ. എങ്ങനെ അത്രയും ആ ഒരു എനർജിയോട് കൂടി വിഗറോട് കൂടിയിട്ടുള്ള ആ ഒരു വൈൽഡ് ബീസ്റ്റ് എങ്ങനെയാണ് പെട്ടെന്ന് സ്വീറ്റും ഫ്രണ്ട്ലി ആയിട്ട് മാറുന്നത് എന്നുള്ള അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സ്പെൻസർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹിയർ ദ ഹണ്ടർ ആൻഡ് ദ ഹണ്ടഡ് ആർ ഇൻസെപ്പറബിൾ ആൻഡ് ദേ റെപ്രസെന്റഡ് ആസ് ലവേഴ്സ്. ഇവിടെ എന്താണ്, ഇതുവരെ രണ്ടുപേരും മാനിനെ വേട്ടയാടുന്ന ആളായിരുന്നു. മാന് പേടിച്ചോടുകയായിരുന്നു, തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പേടിച്ചോടുകയായിരുന്നു. പക്ഷേ അവസാന ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം കുഴങ്ങി ക്ഷീണിതനായി ഒരു മരത്തിന് ചോട്ടിലിരിക്കുമ്പോൾ മാന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് അലിവ് തോന്നി രണ്ടുപേരും ഒന്നിച്ച് ചേരുകയാണ്. എങ്ങനെയാണ് അവരെന്താണ് ഇൻസെപ്പറബിൾ. ദ ഹണ്ടറും വേട്ടയാടുന്ന ആളും വേട്ടയാടപ്പെടുന്ന മൃഗവും എങ്ങനെയാണ് ഇൻസെപ്പറബിൾ. നമ്മളെന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലായി. ലൈക്ക് എങ്ങനെ റെപ്രസെന്റ് ഒരു ലവർ എങ്ങനെയാണോ ഇൻസെപ്പറബിൾ ആയിട്ടുള്ളത്, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളത്, അതേപോലെ ഈ ഒരു ഹണ്ടറും ഇൻസെപ്പറബിൾ ആണ് എന്നാണ് പറയുന്നത്. എൻഡ് ഓഫ് ദ സോണറ്റ് ദ ടു ബിക്കം ലവിങ് പാർട്ട്ണർ. എന്താണ് ഈ ഒരു സോണറ്റിന്റെ അവസാന ഭാഗത്തോടു കൂടി എന്താണ് ഈ മാനും ഹണ്ടറും എങ്ങനെ ബിക്കമിങ് ലവ് പാർട്ട്നേഴ്സ്, ഒരു ലവ് പാർട്ട്നേഴ്സിനെ പോലെ ആയിരുന്നു അവരുടെ പെരുമാറ്റം. ഹിയർ വിമൺ ഈസ് സിംബലൈസ്ഡ് ദ വൈൽഡ് ഡീർ. എന്താണ് ഇവിടെ വിമൺ സ്ത്രീയാണ് വൈൽഡ് ഡീറായിട്ട് സിംബലൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മറ്റേ 57 എങ്ങനെയായിരുന്നു പോയറ്റും
അദ്ദേഹത്തിൻ്റെ ബിലൗഡും തമ്മിലുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഇവിടെ ഡീറും ഹണ്ടറും ഹണ്ടറും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു അല്ലെങ്കിൽ സ്ത്രീ, അതിൽ സ്ത്രീയെ ചിത്രീകരിച്ച പോലെ തന്നെയാണ് ഇതിലും എങ്ങനെ ഒരു വിമണും, ഇതിൽ ആദ്യത്തേതിലെ വിമണും ഇതിലെ ഈ 67-ലെ വൈൽഡ് ഡീറും എങ്ങനെയാണ് സെയിം ക്യാരക്ടറാണ്, സെയിം ഇമോഷൻസും ഫീലിങ്സും അനുഭവിക്കുന്ന ആൾക്കാരായിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. വിമൺ ഈസ് സിംബലൈസ് ദ വൈൽഡ്, സ്ത്രീയാണ് ഇവിടെ വൈൽഡ് ഡീറായിട്ട് നമ്മളെ കവി സ്പെൻസർ സിംബലൈസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ സോണറ്റ് 67-ൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി വരുന്നത് സോണറ്റ് 75 ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോണറ്റ് 56, 7 ആൻഡ് 67. ഇതെന്താണ്? 57-നും 67-നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെയധികം വ്യത്യാസമുള്ള ഒരു സോണറ്റാണ് 75. 65-ലും അല്ല 67-ലും 57-ലും എന്താണ്? ആ ഒരു ചേസ് ചെയ്യുന്ന ഒരു ലവറുടെ ഒരു പോയറ്റ് അല്ലെങ്കിൽ ലവർ തൻ്റെ കാമുകിയെ പേഴ്സീവ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു, അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു പറയുന്നത്. 67-ൽ ഹണ്ടർ ഡീറിനെ ചേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇതിലെന്താണ്? ദ ചേസ് ആൻഡ് ഹണ്ടർ ഇൻ ഏർലിയർ സോണറ്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ദ ഡിക്ലറേഷൻ ഓഫ് ലവ്. എന്താണ് ഇവിടെ? ചേസും ആൻഡ് ഹണ്ടർ, ചേസ് ചെയ്യുന്നതും ഹണ്ടറും, അതായത് വേട്ടക്കാരനും ആയിട്ടുള്ള ആദ്യത്തെ സോണറ്റിനെ റീപ്ലേസ് ചെയ്യുന്നത് എന്താണ്? ബൈ ദ ഡിക്ലറേഷൻ ഓഫ് ലവ്. ലവിൻ്റെ ഡിക്ലറേഷനോട് കൂടിയാണ് ഇത് ആ ഒരു ചേസിനെയും ഹണ്ടറിനെയും ഈ ഒരു സോണറ്റിൽ, അതായത് 75 എന്നുള്ള സോണറ്റിൽ റീപ്ലേസ് ചെയ്യുന്നത് ഡിക്ലറേഷൻ ഓഫ് ലവ്. അതായത് 75-ൽ എന്താണ്? ഡിക്ലറേഷൻ ഓഫ് ലവ്, ലവിനെ ഡിക്ലെയർ ചെയ്യാണ്, പ്രണയത്തെ അവൾക്കും അവനും രണ്ടു പേർക്കുമുള്ള പ്രണയത്തെ ഡിക്ലെയർ ചെയ്യുന്നതാണ് 75-ൽ പറയുന്നത്. ദിസ് സോണറ്റ് ഓപ്പൺസ് with the image of assertion and its fate at the hands of nature. എന്താണ് ഈ സോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്? എന്തോട് കൂടിയാണ്? ഒരു ഇമേജ് ഓഫ് അസേർഷൻ്റെ ഒരു ഇമേജ് ആണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫേറ്റ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് നേച്ചർ, നമ്മളെ പ്രകൃതിയുടെ കയ്യിലുള്ള നമ്മുടെയൊക്കെ വിധിയെ പറ്റിയും കൂടിയാണ് ഈ ഒരു സോണറ്റ് 75-ൽ സ്പെൻസർ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, the attempt to write the beloved's name on the sand at the beach and being erased by the wave. എന്താണ്? നേച്ചറും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ പറ്റിയാണ് 75-ൽ പറയുന്നത് എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ആണ് എന്താ? നമ്മളെ കടൽ തീരത്ത് ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ തീരത്ത് നമ്മളെ പേരുകൾ എഴുതില്ലേ, അതേപോലെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ ബിലൗഡിൻ്റെ പേര് ആ ഒരു സീഷോറിൽ, കടൽ തീരത്ത് സാൻഡിൽ, മണ്ണിൽ എഴുതുകയാണ്. ആൻഡ് ബീയിങ്, അപ്പം എന്താ ഉണ്ടാവുക? നമ്മൾ പേര് എഴുതുമ്പോൾ എന്താണ്? തിരകൾ വന്ന് അത് മായ്ച്ചു കൊണ്ടുപോകും. അതേപോലെ തന്നെ റൈറ്റർക്കും അനുഭവം ഉണ്ടാകും. ബീയിങ് ഇറേസ്ഡ് ബൈ ദ വേവ് വന്നിട്ട് തിരകൾ വന്ന് അത് മായ്ക്കുകയാണ്. ദിസ് ഇവോക്സ് ദ ഐഡിയ ഓഫ് ഡെത്ത്. ദ ഹ്യൂമൻ ബീയിങ്സ് കനോട്ട് കൺട്രോൾ ദെയർ ഓൺ ഫേറ്റ്. എന്താണ് ഈ ഒരു കാര്യം? അതായത് കടൽ തീരത്ത് അദ്ദേഹത്തിൻ്റെ ലവറുടെ പേര് എഴുതുമ്പോൾ തിരമാലകൾ വന്ന് അത് മായ്ച്ചു കളിയാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇതെന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡെത്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഇവോക്സ് ദ ഐഡിയ ഓഫ് ഡെത്ത്, മരണത്തെയാണ് ഇത് ഇവോക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് കനോട്ട് കൺട്രോൾഡ് ദെയർ ഓൺ ഫേറ്റ്. അതെന്താണ്? മനുഷ്യന് അവനവൻ്റെ കാര്യം, നമുക്ക് നമ്മുടെ വിധിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. This sonnet is presented in the form of dialogue. എന്താണ് ഈ ഒരു സോണറ്റ്? എങ്ങനെയാണ്? ഒരു ഡയലോഗിൻ്റെ ഫോമിലാണ് സ്പെൻസർ പ്രസന്റ് ചെയ്യുന്നത്. The lover and the beloved are provided a voice and character. ഇവിടെ എന്താണ്? ലവറിനും ബിലൗഡിനും എന്താണ്? ഒരു വോയിസും ഒരു ക്യാരക്ടറും സ്പെൻസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 75 എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം 67 ആൻഡ് 57 നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതാണ് ക്യാരക്ടറും വോയിസും ഉണ്ട് ഇതിലുള്ള ലവറിനും ബിലൗഡിനും. It presents the lover as human individuals talking to each other about immortality. ഇതിലെന്താണ് സ്പെൻസർ പ്രസന്റ് ചെയ്യുന്നത്? ലവർ ആസ് ഹ്യൂമൻ ഇൻഡിവിജ്വൽ, അതായത് ലവേഴ്സിനെ ഒരു ഹ്യൂമൻ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് കണക്കാക്കണം. മറ്റേത് എന്താണ്? ലവേഴ്സിനെ കമ്പയർ ചെയ്യുന്നത് വേട്ടക്കാരനും മാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സോണറ്റിൽ സോണറ്റ് 75-ൽ സ്പെൻസർ എന്താ പറയുന്നത്?
ഇതിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലവർ എന്താണ് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ടോക്കിംഗ്, അവരെന്താണ് സംസാരിക്കുന്നത്? ടോക്കിംഗ് ടു ഈച്ച് അതർ, പരസ്പരം സംസാരിക്കുകയാണ്. എന്ത്? ഇമ്മോർട്ടാലിറ്റി, ഇമ്മോർട്ടാലിറ്റിനെ പറ്റി, അനശ്വരതയെ പറ്റിയാണ് അവർ രണ്ടുപേരും എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ സീൻ ഓഫ് റൈറ്റിംഗ് ഹിസ് ലവേഴ്സ് നെയിം ആൻഡ് വിപ്ഡ് ഓഫ്, ആ ഒരു സീൻ ഉണ്ടല്ലോ, കടൽ തീരത്ത് പേരെഴുതിയിട്ട് തിരമാലകൾ വന്ന് മായ്ച്ചു കൊണ്ടുപോകണം, ആ ഒരു സീൻ എന്താണ്? ക്രിയേറ്റ് എ സെൻസ് ഓഫ് സാഡ്നെസ് ഇൻ പോയറ്റ്. എന്താണ് അത് ഡെപ്പിക്ട് ചെയ്യുന്നത്? എന്താണ്? ഡെത്തിനെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് അദ്ദേഹത്തിന്, പോയറ്റിന് ഒരു സാഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനാണ് ആ ഒരു സീൻ കേട്ടോ. തിരമാലകൾ വന്ന് അവളുടെ പേര് മായ്ച്ചു കൊണ്ടുപോകണം, ആ ഒരു സീന് സാഡ്നെസ് ഇൻ പോയറ്റ്, പോയറ്റിലെ ദുഃഖം ഇറക്കിയാണ് എന്ന് പറയുന്നത്. കമ്പയറിംഗ് ടു ഏർലിയർ ടു സോണറ്റ്, വിമൺ അസ്യൂം ദ റോൾ ഓഫ് എ സിംപതറ്റിക് ഫിഗർ. എന്താണ് മറ്റ് രണ്ട് സോണറ്റിൽ, ആദ്യത്തെ സോണറ്റില് വിമണിനെ അല്ലെങ്കിൽ ബെലൗഡിനെ എന്താണ് ഒരു ചെറുതായിട്ടൊക്കെ ഒരു ക്രൂവൽറ്റി നിറഞ്ഞ ഒരു സ്ത്രീ ആയിട്ടാണ് കൺസെപ്റ്റ് ചെയ്തിരുന്നത്. ഇതിലെങ്ങനെയാണ്? വിമൺ അസ്യൂം ദ റോൾ ഓഫ് എ സിംപതറ്റിക് ഫിഗർ. ഇതിലെന്താണ് സ്ത്രീ ഒരു സിംപതറ്റിക് ആയിട്ടുള്ള ഒരു ഫിഗർ, സിംപതറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് സോണറ്റ് 75 സ്പെൻസർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കേട്ടോ. In magic of poet were applied to the existing phenomenon of change, the moral thing would be mortal. എന്താണ് ഈ ഒരു പോയറ്റിന്റെ ഒരു മാജിക്കൽ ഐഡിയ ഇതിൽ കാണാം. എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് ഫിനോമിന ഓഫ് ചേഞ്ച്, ചേഞ്ചിന്റെ ഒരു എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിനോമിനൻ ആയിട്ടാണ് ഇതിൽ ഒരു മാജിക്കൽ ഓഫ് പോയറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്താ പറഞ്ഞത്? ദ മോറൽ തിങ് വുഡ് ബി ഇമ്മോർട്ടൽ, മോർട്ടൽ ആയിട്ടുള്ള തിങ് എന്താണ്? ഇമ്മോർട്ടൽ ആയി മാറുകയാണ് കേട്ടോ. പ്രണയം എന്ന് പറഞ്ഞത് ഇമ്മോർട്ടൽ ആണ്, എറ്റേണൽ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇൻ ദിസ് സോണറ്റ് ദ പവർ ഓഫ് ആർട്ട് ആൻഡ് ലവ് ട്രാൻസെൻഡഡ് ദ ഫിനോമിനൻ ഓഫ് നേച്ചർ. എന്താണ് ഈ ഒരു സോണറ്റിലെ, സോണറ്റ് 75 എന്താണ്? ദ പവർ ഓഫ് ആർട്ട് ആൻഡ് ലവ്, ലവിന്റെയും പ്രണയത്തിന്റെയും കലയുടെയും പവർ, ശക്തി എന്ന് പറഞ്ഞത് എന്താണ്? ട്രാൻസെൻഡഡ് ദ ഫിനോമിനൻ ഓഫ് നേച്ചർ, നേച്ചറിന്റെ ഫിനോമിനുമായിട്ട് ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ദ ആക്ട് ഓഫ് ഇമ്മോർട്ടലൈസിങ് ദ ബിലൗഡ്, ദ ലവർ വുഡ് ഓൾസോ ഇമ്മോർട്ടലൈസ്ഡ് ഹിംസെൽഫ്. ഫോർ സ്പെൻസർ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് പോയട്രി. എന്താണ്? ദ ആക്ട് ഓഫ് ഇമ്മോർട്ടലൈസിങ് ദ ബിലൗഡ്, ബിലൗഡിനെ ഇമ്മോർട്ടലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ആക്ട്, ആ ഒരു പ്രവൃത്തി എന്താണ്? ദ ലവർ വുഡ് ഓൾസോ ഇമ്മോർട്ടലൈസ് ഹിംസെൽഫ്. അപ്പം ബിലൗഡിനെ ഇമ്മോർട്ടലൈസ് ചെയ്യുമ്പോൾ എന്താണ്? പോയറ്റ് സ്വയം അല്ലെങ്കിൽ ലവർ സ്വയം ഇമ്മോർട്ടലൈസ് ആവുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇമ്മോർട്ടലൈസ് ഹിംസെൽഫ്. ഇതെന്താണ്? ഇത് അദ്ദേഹത്തിന്റെ, സ്പെൻസറിന്റെ എന്താണ് ഒരു പോയട്രിയുടെ മൂല്യമാണ് ഇത് കാണിക്കുന്നത്. വാല്യൂ ഓഫ് പോയട്രി ആണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇറ്റ് ക്യാൻ ലീവ് സെഞ്ചുറീസ് ഈവൻ ദ പേഴ്സൺ ഈസ് ലോങ് ഡെഡ്. എന്താണ് ഈ ഒരു പ്രണയം അനശ്വരാണെന്നാണ് പറയുന്നത്, നശിക്കാത്തതാണെന്നാണ് പറയുന്നത് പ്രണയം. അതുകൊണ്ട് തന്നെ എന്താണ് സെഞ്ചുറീസിൽ, ഇതിൽ നൂറ്റാണ്ടുകളോളം ഈ ഒരു പ്രണയം നിലനിൽക്കുന്ന പറഞ്ഞത്. ഈവൻ ദ പേഴ്സൺ ഈസ് ലോങ് ഡെഡ്. നമ്മൾ ആ ഒരു പ്രണയിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും കുറേ വർഷങ്ങൾ മുന്നേ മരിച്ചു പോയാലും ഈ ഒരു പ്രണയം എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ലോങ് ലിവ്ഡ്, വളരെ കാലം സെഞ്ചുറീസുകളിൽ ജീവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. സ്പെൻസർ വാസ് എ സെൽഫ് കോൺഷ്യസ് പോയറ്റ്. എന്താണ് സ്പെൻസർ? നല്ലൊരു സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ് കേട്ടോ സ്പെൻസർ. who is aware of his role and the value of artistic creation in life. എന്താണ് അദ്ദേഹത്തിന്റെ റോൾ, അദ്ദേഹത്തിന്റെ കടമ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നതിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ട്. ആ ഒരു അവയർനെസ്സോട് കൂടിയാണ് അദ്ദേഹം, അതുകൊണ്ടാണ് സെൽഫ് കോൺഷ്യസ് പോയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തേണ്ടതൊക്കെ ആ ഒരു റോൾ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് നന്നായി അറിയാം. ദ വാല്യൂ ഓഫ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഇൻ ലൈഫ്, ജീവിതത്തിലെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു പോയം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വാല്യൂം അദ്ദേഹത്തിൻ്റെ റോളിനെ പറ്റിയൊക്കെ നന്നായിട്ട് അവെയറാണ് അദ്ദേഹം സ്പെൻസർ. അതുകൊണ്ട് തന്നെ സ്പെൻസർ വാസ് കൺസിഡേർഡ് എ സെൽഫ് കോൺഷ്യസ് പോയറ്റ്. ഒരു സെൽഫ് കോൺഷ്യസ്, സ്വയം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആയിട്ടാണ് സ്പെൻസറിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മളെ യൂണിറ്റ് 4 അമോറിറ്റി സോണറ്റ് 56 and 67 and 75 ഇത് കംപ്ലീറ്റ് ആവാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. നോട്ട്സ് നോക്കി എഴുതിയെടുത്ത് പഠിച്ചോണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ.